വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ഷഷ്ടിതമോധ്യായ 60ാമത്തെ അധ്യായം. ശ്രീശുകോവാച കലിഹിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരൽ വൈഷ്ണീ വ്യജനേന സഖീജനൈ. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. കരിഹിച്ചിൽ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ പേര്, ഈ ആദ്യത്തെ കരിഹിജിൽ എന്ന വാക്കുകൊണ്ട് ഈ അധ്യായത്തിന് കരിഹിജിൽ അധ്യായം എന്നൊരു പേരും കൂടി വന്നു. പണ്ഡിതന്മാരായിട്ടുള്ള മഹാഭാഗവതന്മാർക്കൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നൊരു അധ്യായമാണിത്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനും രുക്മിണി ദേവിയും തമ്മിലുള്ള ചെറിയൊരു സൗന്ദര്യപ്പണക്കാണ് ഇതിൽ കാണിക്കുന്നത്. അത് കൂടിയിട്ട് ആ ഭഗവാൻ എങ്ങനെ രുക്മിണിയെ മനസ്സിലാക്കിയിരുന്നു, രുക്മിണി എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നു എന്നും വിസ്തരിച്ച് പറയുകയാണ്. എന്ന് മാത്രമല്ല, അവസാനത്തിൽ സൂചിപ്പിക്കും ഇതേമാതിരി രുക്മിണി മാത്രമല്ല ഭഗവാന്റെ മറ്റു പത്നിമാരെല്ലാം ഭഗവാന്റെ മാഹാത്മ്യം ഇതേപോലെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള സൂചന കൂടിയിട്ടാണ് ഈ അധ്യായം. അത് ഗൃഹസ്ഥാശ്രമത്തിൽ വർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു പാഠമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കഥ ആരംഭിക്കുന്നതിന് മുന്നേ കരിഹീജൽ ഒരു ദിവസം സഖീജനൈ തൻ്റെ തോഴിമാരോടൊത്ത് ഭൈഷ്മി രുക്മിണി ദേവി സ്വതൽപസ്ഥം തൻ്റെ തൽപ്പത്തിലിങ്ങനെ ഇരിക്കുന്ന സുഖമായിരിക്കുന്ന ജഗദ്ഗുരും പതിം വ്യജനേന പര്യചരൽ തൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ ആ ചാമരം കൊണ്ട് അങ്ങനെ വീശി പരിചരിക്കുകയുണ്ടായി ആ ഒരു ദിവസം എന്ന് പറയുന്ന ആ സന്ദർഭത്തിലാണ് ഈ കഥ. അപ്പോൾ ആദ്യം തന്നെ ആ ഓരോരോ ഭഗവാന്റെ ഓരോ വിശേഷങ്ങൾ തൽപസ്ഥം ജഗൽഗുരും, അതുമാതിരി ലോകഗുരു ഹരി. ഇവിടെയൊക്കെ വ്യാസഭഗവാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യായത്തിൻ്റെ വളരെ ഗൗരവത്തോട് എടുക്കാതിരുന്നു വെച്ചാൽ ഈ അധ്യായത്തിനെ പറ്റി ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതായത് അവതാരകൃഷ്ണൻ എന്നുള്ള ഭാവത്തിലല്ല, ഇവിടെ ആ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഭാവത്തിലാണ് ഈ കഥയെപ്പറ്റി ചിന്തിക്കേണ്ടത്. വളരെയധികം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രീധരാവാര്യ അതിനെ പറ്റിയിട്ട്. അതൊന്നും പറയില്ല. ആ അടുത്ത ശ്ലോകം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. യസ്ത്വേതല്ലീലയാ വിശ്വം സൃജത്യവതീശ്വര സഹി ജാതസ്വസേതൂനം ഗോപീനായ യദുഷ്വജ. ആരാണ് ഈ ശ്രീകൃഷ്ണൻ? ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അജ, അതാണ് യദുഷു അജ. അജ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവനായിട്ടുള്ള ഭഗവാൻ. യാതൊരു ഈശ്വരനാണോ? എങ്ങനെയാണ്? ലീലയാ ഏതൽ വിശ്വം സൃജതി അത്തി അവധി. ഈ ഒരു ലീലയായിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അതേപോലെ തന്നെ അതിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് സഹരി, ആ ഈശ്വരൻ തന്നെ. സ്വസേതൂനാം ഗോപീതായ, താൻ തന്നെ നിർമ്മിച്ചുള്ള ധർമ്മമര്യാദകളുടെയൊക്കെ അതിർവരമ്പുകളുടെ രക്ഷയ്ക്കായിട്ട് ഗോപീതായ യദുഷു ജാത, ഈ യാദവന്മാരുടെ ഇടയിൽ അവതരിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള പേരിൽ. ആ ഭഗവാനാണ് ആ തൽപ്പത്തിൽ അങ്ങനെ ഇരിക്കുന്നത്. അവിടെ ആലോചിച്ച് നോക്കൂ. തസ്മിൻ അന്തർഗൃഹേ ഭ്രാജൻ മുക്താദാമ വിളംബിന വിരാജിതേ വിധാനേന ദീപൈർമണിമയൈരഭി മല്ലികാദാമഭി പുഷ്പൈർ ദ്വിരേഭകുലനാദിതൈ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോപിശ്ചന്ദ്രമസോമലൈ പാരിജാതവനാമോദ വായുനോദ്യാനശാലിന ധൂപൈരകരുജൈരാജൻ ജാലരന്ധ്രവിനിർഗതൈ പയനനിവേ ശുഭ്രേ പര്യങ്കേ കശിവോത്തമേ ഉപതസ്തേ സുഖാസീനം ജഗദാം ഈശ്വരം പതിം. അങ്ങനെ ആ മഞ്ചത്തിലിരിക്കുന്ന ജഗദാം സുഖാസീനം ജഗദാം ഈശ്വരം പതിം. വീണ്ടും ഭഗവാനെ അങ്ങനെ തന്നെ സുഖമായിട്ടിരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് ആ അന്തർഗൃഹേ തൻ്റെ അന്തഃപുരത്തിലെ
അന്തഃപുരത്തിൻ്റെ വിശേഷമാണ്. പ്രാജൻ മുക്താദാമ വിളംബിന, നല്ല മുത്തുമാലകൾ അങ്ങനെ തിളങ്ങുന്ന മേലാപ്പിനാലും മണിമയൈ ദീപയവി, രത്നമയങ്ങളായിട്ടുള്ള ദീപങ്ങളാലും ദ്വിരേഭകുലനാദിതൈ, ദുരേഭങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടുകൾ, ആ വണ്ടിൻ്റെ സമൂഹങ്ങളാൽ അങ്ങനെ വണ്ടുകളങ്ങനെ മൂളി പറന്നുകൊണ്ടിരിക്കുന്ന മല്ലികാദാമഭി, പൂമാലകളാലും ഒപ്പം തന്നെ മറ്റു പുഷ്പങ്ങളാലും പുഷ്പൈ ജാലരന്ധ്രപ്രവിഷ്ടൈ, ജനലഴികളുടെ വിടവുകളിലൂടെ അങ്ങനെ ഉള്ളിക്ക് കടന്നു വരുന്ന ചന്ദ്രമസ അമലൈ ഗോപി, നല്ല രാത്രി നേരത്താണെന്ന് മനസ്സിലാക്കണം ആ സന്ദർഭം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചന്ദ്രൻ്റെ കിരണങ്ങൾ, അങ്ങനെ അമലമായിട്ടുള്ള കിരണങ്ങൾ അങ്ങനെ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഉള്ളിലേക്ക് തന്നെ വരുന്നുണ്ട്. ഉദ്യാനശാലിന പാരിജാതവനാമോദവായുന, അതേമാതിരി തന്നെ നല്ല ആ മന്ദസമീരൻ സുഗന്ധത്തോട് കൂടിയിട്ട് ഉദ്യാനങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങളുടെ ആ ഗന്ധവും കൂട്ടിക്കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. പാരിജാത പുഷ്പം കൂടി ഉണ്ട് അവിടെ ആ പൂങ്കാവനത്തിൽ, അതിൻ്റെയൊക്കെ മണങ്ങനെ വരുന്നുണ്ട്. ജാലരന്ധ്ര വിനിർഗതൈ അകരുജൈ ധൂപയിച്ച, ഒപ്പം തന്നെ ഈ അന്തഃപുരത്തിനകത്ത് ഇങ്ങനെ കത്തിച്ച് വെച്ചുള്ള അഖില് അതുമാതിരി ധൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ പുക അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട് ആ ജനലിൻ്റെ ഇതിൻ്റെ അഴികളുടെ ഇടയിൽ കൂടിയിട്ട്. അങ്ങനെ അങ്ങനെ വിരാജിത, അങ്ങനെ പ്രശോഭിതമായ തസ്മിൻ അന്തർഗൃഹേ, ആ ഗൃഹാന്തഭാഗത്തിലാണ് ഭഗവാൻ നല്ല പയഭേനതിമേ, നല്ല പാൽനിരയ്ക്ക് തുല്യം ശുഭ്രമായിട്ടുള്ള മൃദുവായിട്ടുള്ള ആ വെള്ള നിറത്തിലുള്ള തൻ്റെ മെത്തയിൽ അങ്ങനെ കിടക്കുകയാണ് ആ ഭഗവാൻ. അവിടെയാണ് രുക്മിണി ദേവി ഭഗവാനെ അങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീശുക ബാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാൽ തേന വിജയീദേവി ഉപാസഞ്ചക്ര ഈശ്വരം. ആ സമയത്തേക്ക് രത്നദണ്ഡം വാലവ്യജനം, ആ തൻ്റെ തോഴിമാരുടെ സഹീകരാൽ ആദായ, തോഴി ഇങ്ങനെ ഭഗവാനെ വീശിക്കൊണ്ടിരിക്കണം. വേഗം ആ തോഴികളെയൊക്കെ മാറ്റി തോഴിയുടെ കയ്യിൽ നിന്ന് ആ വെഞ്ചാമരത്തെ താൻ തന്നെ മേടിച്ച് താൻ തന്നെ അതുകൊണ്ട് അങ്ങനെ വിജയതി ഭഗവാനെ വീശി കൊടുത്തുകൊണ്ട് ദേവി ഈശ്വരം ഉപാസാഞ്ചക്രേ, രുക്മിണി ദേവി ആ ജഗദീശ്വരനായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ഉപാസിച്ചു സ്വയം. സോപാച്യുതം കൊണയതി മണിനൂപുരാഭ്യാം രേജേങ്കുലീയവലയ വ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുച കുങ്കുമ ശോണഹാരഭാസ നിരംബധൃതയാ ചപരാധ്യകാഞ്ജ്യ. എങ്ങനെയാണ് ആ രുക്മിണി ദേവിയുടെ രൂപം? ആ മണിനൂപുരാഭ്യാം, ആ നല്ല രത്നമയമായിട്ടുള്ള നൂപുരങ്ങൾ അങ്ങനെ അണിഞ്ഞുണ്ട്. വസ്ത്രാന്ത ഗൂഢ കുജ കുങ്കുമ ശോണഹാരഭാസ, വസ്ത്രത്തുമ്പുകളെ കൊണ്ട് അങ്ങനെ മറയ്ക്കപ്പെട്ടുള്ള മാലിടത്തിലെ കുങ്കുമം, അതിലേക്ക് നിറഞ്ഞ പറ്റിയുള്ള ചുവന്ന മുത്തുമാലകളുടെ ശോഭ കൊണ്ടും നിതംബധൃതയാ പരാർധ്യകാഞ്ച, അരയിൽ ധരിച്ചിട്ടുള്ള വില പിടിക്കാനാകാത്ത അരഞ്ഞാണുകൊണ്ടും അങ്കുലീയ വലയ വ്യജന അഗ്രഹസ്ഥ, മോതിരങ്ങളെ വളകള് വെഞ്ചാമരം പിടിച്ചുള്ള കൈകൾ, ഇങ്ങനെയൊക്കെ അങ്ങനെ ആ വീശുന്ന സമയത്ത് വളകളങ്ങനെ കൊണയതി വളകിലേക്ക് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് സാ ഉപ അച്യുതം രേജേ, ആ രുക്മിണി ദേവി അച്യുതൻ്റെ സമീപത്ത് അങ്ങനെ ശോഭിച്ചു രുക്മിണി ദേവി. താം രൂപിണിം ശ്രിയം അനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോ അനുരൂപരൂപ പ്രീത സ്മയൻ അളകകുണ്ടല നിഷ്കണ്ഠ വക്രോല്ലസൽ സ്മിതസുതാം ഹരിരാവഭാഷേ. ഇങ്ങനെ ആ ലീലയാ ധൃതവൻ, ഒരു ലീലയായിട്ട് ഇങ്ങനെ മനുഷ്യദേഹം സ്വീകരിച്ചുള്ള ശ്രീകൃഷ്ണന് അനുരൂപരൂപ, തനിക്ക് ഏറ്റവും അനുരൂപയായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ള ആരാണോ താം അപ്രകാരമുള്ളവളും രൂപിണിയും ശ്രീയം, സാക്ഷാൽ സ്വരൂപം ധരിച്ച ലക്ഷ്മി ഭഗവതിനെ ആയവളും അനന്യഗതിയും, താനല്ലാണ്ട് വേറെ ആരും ആശ്രയിക്കാത്തവൾ, തന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവളും അളക കുണ്ടല നിഷ്കണ്ഠവക്ത്ര ഉല്ലസൽ സ്മിതസുധാം, കുറുനിരകളുടെ കുണ്ടലങ്ങൾ, ആ പതക്കങ്ങൾ കഴിഞ്ഞുള്ള കഴുത്ത്, ശോഭായമാനായിട്ടുള്ള ആ മുഖത്ത് നിന്ന് അങ്ങനെ പരിലസിക്കുന്ന ആ മനോഹരം ആയിട്ടുള്ള മന്ദഹാസ അമൃതത്തോടു കൂടിയിട്ടുമായിട്ടുള്ള ആ അതിസുന്ദരിയായിട്ടുള്ള തരുണീരത്നമായിട്ടുള്ള തൻ്റെ പത്നിയെ നോക്കിയിട്ട് പ്രീതഹരി സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ സ്മയൻ ആഭഭാഷേ, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രുക്മിണി ദേവിയോട് ഇപ്രകാരം പറയാൻ തുടങ്ങി. ഭഗവാൻ ഏതൊക്കെ അവതാരം എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ലക്ഷ്മി ഭഗവതിയും അതിന് അനുരൂപമായിട്ടുള്ള രൂപം ധരിക്കേണ്ടതെന്ന്
വിഷ്ണു പുരാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീധരീയം സമർത്ഥിക്കേണ്ട ദേവത്വേ ദേവദേഹോയം മനുഷ്യത്വേ ച മാനുഷി വിഷ്ണോർദേഹ അനുരൂപം വൈ കരോത്യേഷ ആത്മനസ്ഥനും. ഭഗവാന്റെ ഓരോ രൂപത്തിനനുസരിച്ച് ലക്ഷ്മി ദേവിയും ഭഗവാനും ഓരോ അവതാരത്തിലും ഭഗവാന്റെ കൂടെ തന്നെ ജനിക്കുന്നൊക്കെ ശ്രീധരാചാര്യ പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ, അതായത് അനന്യശരണ, അതായത് ഭഗവാൻ അറിയാം താനല്ലാണ്ട് ആരും രക്ഷയില്ല, തന്നെ മാത്രം ആശ്രയിച്ചവളാണ് രുക്മിണി ദേവി എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇനി രുക്മിണി എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയണത്. ശ്രീ ഭഗവാനുവാച രാജപുത്രീപ്സിരാ ഭൂപൈ ലോകപാല വിഭൂതിഭി മഹാനുഭാവൈ ശ്രീമദ്ഭി രൂപൗദാര്യബലോർജിതൈ. രാജപുത്രി എന്നാ വിളിക്കണത്, രുക്മിണിന്നോ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവളെ നല്ല വളരെ പ്രേമത്തോട് എന്നല്ല പറഞ്ഞ് കുറച്ചൊരു ഗൗരവത്തിലാണ് ഈ രാജപുത്രി എന്നാ വിളിക്കണത്. എന്താണ്? ലോകപാല വിഭൂതിഭി മഹാനുഭാവൈ. ആ ലോകപാലന്മാരുടെ മുഴുവൻ ഐശ്വര്യം, അത്ര തന്നെ ഐശ്വര്യമുള്ളവരും മഹാനുഭാവന്മാരും സമ്പൽ സമൃദ്ധിയുള്ളവരും ശ്രീമൽഭി രൂപ ഔദാര്യ ബലോർജി, സൗന്ദര്യം, ഉദാരഭാവം, സൈന്യബലം, ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെ വളരെ പ്രസിദ്ധരുമായിട്ടുള്ള അനവധി ഭൂപൈ രാജാക്കന്മാരാൽ ഈ ഇപ്സിത ഭവതി ആശിക്കപ്പെട്ടവളാണ് പറയുക. അങ്ങനെ ഭവതി ആഗ്രഹിച്ചുകൊണ്ട് എത്ര കേമന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഭഗവാൻ. തൻ പ്രാപ്താൻ അർത്ഥിനോ ഹിത്വാ ചൈദ്യാദീൻ സ്മരദുർമദൻ ദത്താ ഭ്രാത്രാ സ്വമിത്രാ ച കസ്മന്നോ വൃഷേയസമൻ. അതാണ് ഭഗവാൻ ആദ്യം പറയണ. അങ്ങനെ താൻ പ്രാപ്താൻ അർത്ഥിനോ, അങ്ങനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള അർത്ഥികളായിട്ടുള്ള അവരെ എല്ലാവരെയും ആരാണ്? ചൈദ്യാദീൻ സ്മരദുർമദാൻ, അതായത് ശിശുപാലന്മാരെ തുടങ്ങിയിട്ടുള്ള കാമാർത്ഥന്മാരായിട്ടുള്ള അവരെ എല്ലാവരെയും എങ്ങനെയാണ് എന്ന് മാത്രമല്ല ദത്ത ഭ്രാത്ര സ്വമിത്രാച, അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഭഗവതിയുടെ സഹോദരനായിട്ടുള്ള രുക്മിക്കും തയ്യാറായിരുന്നു, അച്ഛനായിട്ടുള്ള ഭീഷ്മകനും തയ്യാറായിരുന്നു. എന്നാൽ അവരെയൊക്കെ ഹിത്വ, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അസമാൻ, ഭഗവതിക്ക് ഒന്നുകൊണ്ട് ഈ ചേരാത്തതായിട്ടുള്ള അസമന്മാരായിട്ടുള്ള ഈ അസ്മാൻ നോ, ഞങ്ങളെ എന്തിനാണ് ഭരിച്ചത് എന്ന് ചോദിക്കുകയാണ്. രാജഭ്യോ ബിഭ്യത സുഭ്രു സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭികൃതദ്വേഷാൻ പ്രായത്യക്ത നിർവാസനൻ. ഞങ്ങളുടെ അവസ്ഥ അസമന്മാരെന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ആ പ്രബലന്മാരോട് കൃതദ്വേഷം, വളരെ പ്രബലന്മാരായിട്ടുള്ള ആൾക്കാരോട് ശത്രുത്വം സമ്പാദിച്ചവരും അതേ കാരണം കൊണ്ട് രാജഭ്യ ബിഭ്യത, ഈ രാജാക്കന്മാരിൽ നിന്നെല്ലാം പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് സമുദ്രം ശരണം ഗതാൻ, സമുദ്രത്തിൻ്റെ നടുക്കുള്ളൊരു ദ്വീപിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നവരായിട്ടുള്ള ഞങ്ങളെ പ്രായ ത്യക്ത നിർവാസനാൻ, ഏതാണ്ടൊക്കെ രാജസിംഹാസനം എന്നുള്ള അധികാരമൊന്നും കളഞ്ഞിരിക്കുന്നവരുമായിട്ടുള്ള ഞങ്ങളെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ യാദവന്മാരുടെ കുടുംബത്തിലാണല്ലോ ഭഗവാൻ, അതാണ് അവിടെ ബഹുവചനം ഉപയോഗിക്കുന്നത്. കസ്മാൽ വവൃഷേ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭർത്താവായിട്ട് വരിച്ചത് ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള എന്നെ എന്നാണ് രുക്മിണിയോട് ചോദിക്കേണ്ടത്. പിന്നെയോ തൻ്റെ ഇതിങ്ങനെ മോശത്തങ്ങൾ ഭഗവാൻ മോശത്താണെന്ന് കരുതുന്നത് പറയുകയാണ്. അസ്പഷ്ടവർത്തനം പുംസം അലോകപതമീയുഷം ആസ്ഥിതാ പദവിം സുഭ്രു പ്രായ സീതന്തിയോഷിത. ഹേ സുഭ്രു, അല്ലയോ സുന്ദരിയായവളെ, അസ്പഷ്ടവർത്തനം, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗതി നടപടിയൊക്കെ എന്താണെന്ന് ആർക്കും സ്പഷ്ടമായിട്ട് അറിയില്ല എന്ന് പറയാണ്. അങ്ങനത്തെ ആൾക്കാരാണ്. അലോകപഥം, ലോകമര്യാദയ്ക്ക് നിരക്കാത്ത മാർഗത്തെ ഈയുഷാം അവലംബിക്കുന്നവരായിട്ടുള്ള പുംസാം, ഈ പുരുഷന്മാരുടെ പദവിയെ സാധാരണ പ്രായേണ ആസ്ഥിത സ്വീകരിക്കുന്ന സ്ത്രീകള് സീതന്തി കഷ്ടപ്പെടാൻ, അവനവന് ഇതില്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു എന്താണ് ലോകത്തിലുള്ള ആൾക്കാരും ചെയ്യാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരും എന്ത് രീതിയാണ് നടക്കണമെന്ന് അറിയാത്ത ആൾക്കാരെയുള്ള ആൾക്കാരെയൊക്കെ ചെന്ന് അഭയം പ്രാപിച്ചു വെച്ചാൽ ആ സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടും. നിഷ്കിഞ്ചനാവയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ തസ്മാൽ പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. ഹേ സുമധ്യമേ, അല്ലയോ സുന്ദരി,
ഞങ്ങൾ വയം ശശ്വൽ നിഷ്കിഞ്ചന, ഞങ്ങളുടെ കയ്യിൽ നയാ പൈസയില്ല, നിർധനന്മാരാണെന്ന് പറയുകയാണ്. പിന്നെയോ നനിച്ച, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ചങ്ങാതിമാരുടെ കയ്യിലുണ്ടോ, അവരുടെ കയ്യിലൊന്നുമില്ല. ഈ സന്യാസിമാരും സാധുക്കളാണ് ഞങ്ങളുടെ പിന്നാലെ വരും. അതാണ് നിഷ്കിഞ്ചന ജനപ്രിയ, നിർധനന്മാർ അവരെ പ്രിയമായിട്ട് അവരാണ് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുകയാണ്. തസ്മാൽ, അതുകൊണ്ട് ധനാഢ്യന്മാരായിട്ടുള്ള ആൾക്കാർ പ്രായേണ മാം ന ഭജന്തി, ഞങ്ങളെ സേവിക്കാറില്ല തന്നെ എന്ന് പറയുകയാണ് ഭഗവാൻ. യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവ തയോർവിവാഹോ മൈത്രീ ച നോത്തമാധമയോ ക്വചിൽ. ഇനി ഭഗവാൻ ഒരു ലോകമര്യാദ പറയുകയാണ്. വിത്തം ജന്മ ഐശ്വര്യ ആകൃതി ഭവ യയോ അതായത് നമ്മൾ വിവാഹം കഴിക്കണ സമയത്ത് എങ്ങനെ വേണം, നമുക്ക് തുല്യമായിട്ടുള്ള രീതിയിലുള്ള സമ്പത്ത്, ജന്മം എന്നല്ല, അതായത് നല്ല കുലത്ത് ജനിക്കുക, ഐശ്വര്യം, ആകൃതി, സൗന്ദര്യവും രൂപം, മറ്റുള്ള ഭാവങ്ങളൊക്കെ ഇങ്ങനെയുള്ള അതുമാതിരി ഭാവിയിൽ അനുഭവം വെക്കാം ഏതൊരുക്കാണോ നമുക്ക് തുല്യമായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ തമ്മിലുള്ള തയോ വിവാഹ മൈത്രീച്ച, അവർ തമ്മിലുള്ള വിവാഹവും ഇങ്ങനെയുള്ള മൈത്രിയുമൊക്കെയാണ് ലോകത്തിലെ അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. ഉത്തമ ആധമയോ കൊതിൽ നമ്മളുടെ നിന്ന് കുറച്ച് മീതമായിട്ടുള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അധമന്മാരായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നന്നല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വൈദർഭ്യേതവിജ്ഞായ ത്വയാദീർഘസമീക്ഷയ വൃഥാവയം ഗുണൈർഹീന ഭിക്ഷുഭി ശ്ലാഘിതാമുധാ. എന്നല്ലോ ഏ വൈദർഭി, അല്ലയോ വിദർഭരാജപുത്രിയായിട്ടുള്ള രുക്മിണി, ദീർഘസമീക്ഷയാ ഭവതിയാൽ, അതായത് ത്വയാ ഭവതിയാൽ, അതായത് ദീർഘവീക്ഷണമില്ലാത്ത ഭവതിയാൽ, ഏതൽ അവിജ്ഞ, ഇതൊന്നും മനസ്സിലാക്കാതെ, ഗുണൈഹീന, ഗുണങ്ങളൊന്നുമില്ലാത്തവരും, ഭിക്ഷുഭി മുധാ ശ്ലാഘിത, വെറും ഭിക്ഷുക്കളായിട്ടുള്ള ഭിക്ഷാടനക്കാരായിട്ടുള്ള ആൾക്കാരാൽ വെറുതെ പുകഴ്ത്തി പറയപ്പെടുന്നവരുമായിട്ടുള്ള വയം വൃത, ഞങ്ങൾ വരിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അഥാത്മനോരൂപം വൈ ഭജസ്വ ക്ഷത്രിയേഷവം യേന ത്വമാശിരസത്യ ഇഹാമുത്രചലപ്സ്യസി. ഇനി നോക്കൂ രുക്മിണി, വൈകിട്ടൊന്നും ഇല്ലാതെ പറയണേ. അഥവൈ, ഇനിയെങ്കിലും ആത്മന അനുരൂപം ക്ഷത്രിയർഷമം ഭജസ്വ, അതുകൊണ്ട് ഭവതിക്ക് അനുരൂപനായിട്ടൊരു ക്ഷത്രിയ ശ്രേഷ്ഠനെ സ്വീകരിച്ചോളൂ വേണിച്ചാന്ന് പറയുകയാണ്. ഏന, യാതൊരുവനെ കൊണ്ട്, ഈഹ അമുത്രജ, ഈഹത്തിലും പരത്തിലും സത്യങ്ങളായിട്ടുള്ള ആശിസ്സുകളെ ത്വം ലസ്യസേ, ഭവതി നേടിയെടുക്കും എന്ന് പറയുകയാണ്. ഭവതിക്ക് വേണമെച്ചാൽ എന്നെ വിട്ടു പിടിഞ്ഞു പോയിട്ട് ആ ക്ഷത്രിയ ഋഷമാരിൽ ആരെങ്കിലും വേണമെച്ചാൽ സ്വീകരിക്കാം എന്നാണ് ഭഗവാൻ പറയണത്. എന്ന് മാത്രമല്ല, അപ്പം എന്തിനാണ് എൻ്റെ അവിടുന്ന് അവർ ഇടയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് പിടിച്ച് വിളിച്ച് കൊണ്ടുവന്ന് ചോദിക്കുകയാണ് വെച്ചാൽ, ചൈദ്യ ശാല്യ ജരാസന്ധ ദന്തവക്രാദയോ നൃപ മമ ദ്വിഷന്തി വാമോരു രുക്മീ ചാപി ദുത്തവഗ്രജ. എൻ്റെ പേർക്ക് ഹേ സുന്ദരി, ഹേ വാമോരു, ചൈദ്യൻ, അതായത് ചൈദ്യ ശാല്വ ജരാസന്ധ ദന്തവക്രാദയ, ശിശുപാലൻ, ശാല്വൻ, ജരാസന്ധൻ, ദന്തവക്രൻ തുടങ്ങിയുള്ള രാജാക്കന്മാരും തവ അഗ്രജ, ഭവതിയുടെ ജ്യേഷ്ഠനായുള്ള രുക്മി പോലും മമദ്വിഷന്തി, എൻ്റെ പേർക്ക് കോപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ തേഷാം വീര്യമദന്താനാം ദൃപ്താനാം സ്മയനുത്തയേ അനീതാസിമയാ ഭദ്രേ തേജോപഹരദാസതം. അങ്ങനെ ആ ദുഷ്ടന്മാരായിട്ടുള്ള അവരുടെ ആ സ്മയനുത്തയെ, എന്താണ് അവരുടെ ആ അഹങ്കാരം ഉണ്ടല്ലോ, അവരുടെ അതിനെ ഗർവ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അവർ? വീര്യമദാന്താനം, വീര്യം കൊണ്ട് മതം വന്നുള്ളവർ, അതിൻ്റെ മതം കൊണ്ട് അന്ധരായവരും അഹങ്കാരികളുമായിട്ടുള്ള ആസതാം തേജ അപഹരത. അവരുടെ സാധാരണ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ദുഷ്ടന്മാരുടെ തേജസ്സിനെ അപഹരിക്കുക എന്നുള്ള എൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഈ അഹങ്കാരമുള്ള ഗർവത്തിനെ ശമിപ്പിക്കാനായിട്ട് അനീതാസി ഭവതി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയുകയാണ്. അല്ലാതെ ഉദാസീനാവയം നൂനം നസ്ത്യപത്യാർത്ഥകാമുക ആത്മലധ്യാസ്മഹേ പൂർണ്ണ
ഗേഹയോർ ജ്യോതിരക്രിയ. അല്ലാണ്ട് വയം ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ വയം ഗേഹയോ ഉദാസീന, ഈ ദേഹം ഗേഹം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്നും വലിയ ആസക്തി ഇല്ലാത്തവരാണ്. ജ്യോതിരക്രിയ, ഒരു പ്രകാശം എന്ന പോലെ നിർവികാര വസ്തുവായിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ. സ്ത്രീ, പത്നി, സന്താനം, ധനം ഇതിലൊന്നും ആസക്തി ഇല്ലാത്തവരാണ് ഞങ്ങൾ. പറയാണ് ആത്മാനന്ദ ലാഭത്തിൽ അങ്ങനെ പൂർണ്ണന്മാരായിട്ട് ഞങ്ങളങ്ങനെ എപ്പോഴും വർത്തിക്കണു. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഭ്രമവും ഇല്ല എന്നാണ് ഭഗവാൻ രുക്മിണിയോട് പറയണത്. ഈ പറയുന്നതിനൊക്കെ യഥാർത്ഥത്തിൽ ആന്തരാർത്ഥത്തിൽ ഗൂഢാർത്ഥത്തിൽ ഭഗവാൻ പരബ്രഹ്മസ്വരൂപമാണെന്നുള്ളൊരു അർത്ഥം കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കാണിക്കേണ്ട കാരണം രുക്മിണിയും ബാഹ്യാർത്ഥത്തിൽ എടുത്തിട്ടാണ് ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള തത്വങ്ങൾ പറയണത്. അപ്പോൾ നമുക്ക് ആ വചനം തന്നെ എടുത്താൽ മതി. എന്താണ്? ഏതാവത് ത്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാമവിശ്ലേഷാൽ തദ്ഭഗ്ന ഉപാരമൽ. അവിശ്ലേഷാൽ ആത്മാനം വല്ലഭാം ഇവ മന്യമാനാം. അതായത് എന്താണ് ഇവിടെ പറയണത്? ആ ഒരിക്കലും വേർപെടാതെ ഇങ്ങനെ തൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ആത്മാനം തന്നെ ഇഷ്ടപ്പെട്ടവളായിട്ട് മന്യമാനം കരുതുന്ന രുക്മിണിയോട്, അതായത് രുക്മിണിക്ക് ഉള്ളിലൊരു ചെറിയൊരു അഹങ്കാരമുണ്ട്. ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എന്നെ വലിയ ഇഷ്ടമാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു ദർപ്പുണ്ട്. തദ് ദർപ്പക്കുന്ന അവളുടെ അപ്രകാരമുള്ള ഗർവിനെ ശമിപ്പാൻ ഉദ്ദേശിച്ചുള്ള ഭഗവാൻ ഏതാവലുക്വാ ഉപാരമൽ ഇത്ര മാത്രം പറഞ്ഞിട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നു. ഇതിത്രിലോകേശപദേ തദാത്മന പ്രിയസ്യ ദിവ്യശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീത ഹൃദി ജാതവേ വധു ചിന്താം ദുരന്തം രുദതീ ജഗാമഹ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതാണ് കേട്ടപ്പോ തഥാ ലോകേശപതേ, അതായത് മൂന്ന് ലോകങ്ങളുടെയും ലോകത്തിലെ നാഥന്മാരുടെയൊക്കെ അധിപനായിട്ടുള്ള ആത്മനപ്രിയസ്യ തൻ്റെ പ്രാണപ്രിയനായിട്ടുള്ള ഭഗവാന്റെ, തൻ്റെ പ്രാണനാഥൻ്റെ അശ്രുതപൂർവം ഇതിന് മുമ്പ് ഭഗവാൻ അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഒട്ടും പറഞ്ഞു കേൾക്കാത്ത രീതിയിലുള്ള ഇപ്രകാരമുള്ള അപ്രിയം ആശ്രുത്യ, അപ്രിയങ്ങളായിട്ടുള്ള വാക്യങ്ങളെ കേട്ടിട്ട് ഭീത പേടിച്ച് വരച്ചിട്ട് ഹൃദി ജാതവേവതു, ആ ഹൃദയത്തിൽ അങ്ങോട്ട് മനസ്സിൽ വിറയൽ പൂണ്ടവളായിട്ടുള്ള ദേവി രുക്മിണി ദേവി രുദതി കരഞ്ഞുകൊണ്ട് ദുരന്തം ചിന്താം ജഗാമ, അതായത് വന്തല്ലാത്ത എന്തോ ഒരു ചിന്തയിലേക്ക് അങ്ങോട്ട് വഴുതി വീണുപോയി. ആശ്ചര്യം എന്ന് പറയാണ്. പദാസുജാതേന നകാരുണശ്രിയ ഭുവം ലിഗന്ധ്യശ്രുഭിരഞ്ജനാസിതൈ ആസിഞ്ചതി കുങ്കുമരൂഷിതൗസ്തനൗ തസ്താവതോ മുഖ്യതിദുഃഖരുദ്ധവാ. അപ്പോഴൊക്കെ അങ്ങനെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഭഗവാന്റെ വാക്കുകൾ ഇങ്ങനെ അശനിപാത ഇടിവെട്ടലുമാരിയാണ് കേട്ടതേ. നഖാരുണശ്രിയ സുജാതേന പദാഭുവം ലിഗന്തി, ആ തൻ്റെ കാലിൻ്റെ ആ നല്ല ചുവന്ന നിറത്തിലുള്ള നഖങ്ങളെ കൊണ്ട് അങ്ങനെ നന്നായതിൽ വിരലുകളെ കൊണ്ട് ആ നിലത്തങ്ങനെ വരച്ചുകൊണ്ട് കീഴ്പോട്ട് നോക്കിയിട്ട് കുങ്കുമരീഷൂഷീതൗസ്തനവും അഞ്ജനാസിതൈ അശ്രുഭി ആസിഞ്ചതി, മാറിടത്തെ മുഴുവൻ കുങ്കുമാലങ്കൃതമായിട്ടുള്ള മാറിടത്തെ മുഴുവൻ ആ കണ്ണീര് കൊണ്ട് കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കൺമഴികളാൽ അങ്ങനെ കറുപ്പിച്ച് നിറത്തിനെ കണ്ണീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് മാറിടത്തിൽ അങ്ങനെ അതിദുഃഖരുദ്ധവാക്, ദുഃഖാധിക്യം കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത രുദ്ധമായിട്ടുള്ള വാക്കുകളോട് കൂടിയവളായിട്ട് ആ തലകുനിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നു. നിലത്ത് കാലോണ്ട് കാലിൻ്റെ വിരലോണ്ട് അങ്ങനെ നിലത്ത് വരച്ചുകൊണ്ട് ഒന്നും മിണ്ടാണ് കുറച്ച് നേരം നിന്നു. തസ്യാ സുദുഃഖഭയശോകവിനഷ്ടബുദ്ധേ ഹസ്താശ്ലതൽ വലയതോ വ്യജനം പപാത ദേഹശ്ച വിക്ലവതിയ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഗത പ്രവികീര്യകേശാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുദുഃഖ ഭയശോക വിനഷ്ടബുദ്ധേ, വർദ്ധിച്ചിട്ടുള്ള ദുഃഖം, പേടി, ശോകം ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാരണങ്ങളാൽ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് വിക്ലവതിയാവും, മനസ്സങ്ങനെ വല്ലാണ്ട് വൈക്ലവ്യം വന്നിട്ട് ശ്ലഥത് വലയത, കൈകളൊക്കെ പെട്ടെന്ന് ഓടിച്ചിട്ട് കയ്യിൽ നിന്ന് വളകളൊക്കെ ഉരി വീഴാൻ തുടങ്ങിയെന്നാണ് പറയണത്. എന്നിട്ടോ തസ്യാ ഹസ്താൽ സഹസായവൊക്കെ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അവൻ്റെ വീശുന്ന വെഞ്ചാമരം അങ്ങോട്ട് വീണുപോയി. എന്ന് മാത്രമല്ല ദേഹജ മുഖ്യൻ പെട്ടെന്ന് അങ്ങോട്ട് മോഹാലസ്യപ്പെട്ട് കേശാൻ പ്രവീര്യ, തലമുടിയൊക്കെ ചിന്നിച്ചെതറിക്കൊണ്ട് വായുവിഹത രംഭ, ഇവ പെട്ടെന്നൊരു കാറ്റ് വന്നാൽ അടിച്ചിട്ട് ഒരു വാഴ അങ്ങനെ പൊട്ടി ഇങ്ങോട്ട് വീഴില്ല, അതുമാതിരി നിലത്തേക്ക് അങ്ങോട്ട് ബോധം കെട്ടാൻ അങ്ങോട്ട് വീണു രുക്മിണി ദേവി.
തദ്ദൃഷ്ട്വാ ഭഗവൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിമജാനന്ദ്യ കരുണ സോന്വകമ്പത. അപ്പോഴേക്കും ഭഗവാൻ കരുണാമയനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണ, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹാസ്യപ്രൗഢിം അജാനന്ദ്യ, ഇങ്ങനെ താൻ പറഞ്ഞുള്ള ആ വാക്കുകളിലെ ആ നേരം പോക്കാണ് എന്ന് ഓർത്തില്ല, അറിഞ്ഞുകൂടാത്ത പ്രിയായ തൽ പ്രേമബന്ധനം ദൃഷ്ട, തൻ്റെ പത്നിയുടെ അത്തരത്തിലുള്ള ആ സ്നേഹബന്ധത്തെ കണ്ടിട്ട് അനുകമ്പത, വളരെയധികം അനുകമ്പ തോന്നി ഭഗവാൻ എന്ന് പറയുകയാണ് കേട്ടോ. പര്യങ്കാൽ അവരുഹ്യാശു താമുത്ഥപ്യ ചതുർഭുജ കേശൻ സമുഹ്യതദ്വക്ത്രം പ്രാമൃജൽ പത്മപാണിന. വേഗം തൻ്റെ ആ മഞ്ചത്ത് അങ്ങോട്ട് എഴുന്നേറ്റു ഭഗവാൻ. എന്നിട്ടോ ചതുർഭുജനായിട്ടുള്ള ഭഗവാൻ പര്യങ്കാൽ ആശു അവരുഹ്യ, താഴ്ത്തങ്ങോട്ട് ഇറങ്ങിയിട്ട് താം ഉത്ഥപ്യ, അവളെ രുക്മിണിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കേശാൻ തലമുടിയൊക്കെ കെട്ടിക്കൊടുത്ത് തദ്വക്ത്രം പത്മപാണിന പ്രാമൃജൽ, അവളുടെ മുഖത്തെ അത്തിരി വെള്ളമൊക്കെ തളിച്ച് തൻ്റെ ചെന്താമരക്കായ പോലുള്ള കൈകൾ കൊണ്ട് മെല്ലെ അങ്ങനെ തുടച്ചിട്ടോ. പ്രമൃദ്യശ്രുകലേ നേത്രേ സ്തനോ ചോവഹതൗ ശുച ആശ്ലിഷ്യ ബാഹുനാരാജൻ അനന്യ വിഷയാം സതിം. ഹേ രാജൻ പരീക്ഷിത്തേ, സാന്ത്വനപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ആ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്ന് മാത്രമല്ല, സദാംഗതി, ശത്രുക്കൾക്ക് എപ്പോഴും ആശ്രയബോധനായിട്ടുള്ള പ്രഭുവായിട്ടുള്ള ഭഗവാൻ ബാഹുന അശ്രുകലേ നേത്രേ, അതായത് ആ തൻ്റെ രണ്ട് കൈകളെ കൊണ്ടും എങ്ങനെയാണ് കണ്ണീര് കുതിർന്നുള്ള നേത്രങ്ങളെയും ശുച ഉപഗതോ, തൻ്റെ അശോകാശ്രുവാൽ നനയ്ക്കപ്പെട്ട സ്തനൗജ മാരിടങ്ങളെയും പ്രമൃദ്യ തുടച്ചു കൊടുത്ത കണ്ണീരിന്നൊക്കെ തുടച്ചു കളഞ്ഞ് ആശ്ലിഷ്യ രുക്മിണിയെ ആലിംഗനം ചെയ്ത് അനന്യവിഷയാം കൃപണാം, അതായത് വേറാരും ആശ്രയിയാത്ത താൻ തന്നെ ആശ്രയമുള്ള ആളാണ് രുക്മിണി ദേവി. അത് മനസ്സിലാക്കിക്കൊണ്ട് ദയാഹരികയായിട്ടുള്ള അവളെ അത് തരിക, ഇങ്ങനെയൊന്നും വിഷമം കൊടുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഹാസ്യപ്രൗഢി ഭ്രമച്ചിത്തം, തൻ്റെ ആ പരിഹാസവാക്യൻ്റെ കരുത്തുകൊണ്ട് ഭ്രമിക്കുന്ന മനസ്സോടുകൂടിയവളായിട്ടുള്ള സതിയും ആ സാധ്വിയെ സാന്ത്വനപ്പെടുത്തി. എങ്ങനെയാണ് സാന്ത്വനജ്ഞാനം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സാന്ത്വനപ്പെടുത്താൻ വളരെയധികം കഴിവുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ സാന്ത്വജ്ഞ ദേവിയെ അങ്ങനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ തുടങ്ങി. എന്താണ് ദേവി ഭഗവാൻ പറഞ്ഞത്? ശ്രീ ഭഗവാനുവാച മാമാ വൈദർഭ്യസൂയേത ജാനേ ത്വം മത്പരായണം ത്വദ്വജ ശ്രോതുകാമേന ക്ഷല്യാചരിതമംഗനേ. എന്താ രുക്മിണി, എങ്ങനെ നോക്കൂ, ഹേ അങ്കനെ വൈദർഭി, സുന്ദരിയായിട്ടുള്ള രാജപുത്രി, മാ അസൂയേത, നോക്കൂ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് പരിഭവിക്കുന്നരുത്. ത്വാം മൽപരായണാം ജാനേ, നീ എന്നെ മാത്രം ആശ്രയിച്ചുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴേക്കും ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിക്കുകയാണ്. ത്വദ്വജ ശ്രോതുകാമേന, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഭവതി അതിന് മറുപടിയായിട്ട് എന്ത് പറയും എന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ക്ഷേല്യ, ഒരു നേരം പോക്കായിട്ടാണ് ആചരി ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയണം ഭഗവാൻ. മുഖം ച പ്രേരസം പ്രേമസംരംഭ സ്ഫുരിതാധരമീക്ഷിതും കടാക്ഷേപ അരുണാവാംഗം സുന്ദര ഭ്രൂഢീതടം. എന്ന് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ചെറിയെന്നു ഭവതി എന്ന് കോപിപ്പിച്ചു വെച്ചാണ്ടല്ലോ, ആ ഭവതിയുടെ ആ കോപം വരുമ്പോഴുള്ള പ്രേമസംരംഭ സ്ഫുരിതാധരം, ആ പ്രണയകോമത്താൽ വിറയ്ക്കുന്ന ആ ചുണ്ടുകളും, അതുമാതിരി ആ കടാക്ഷേപ അരുണ ആവാംഗം, ആ ചെരിഞ്ഞ നോട്ടങ്ങളാൽ അങ്ങനെ ചുവന്നുള്ള കടക്കണ്ണുകളോടും സുന്ദര ഭ്രൂഢീതട, സുന്ദരമായിട്ടുള്ള ആ പുരികക്കൊടിയോടും കൂടിയിട്ടുള്ള ആ ഭവതിയുടെ മുഖം, ഇങ്ങനെ കോപം വരുമ്പോൾ ആ മുഖം ഉണ്ടല്ലോ, അത് ഈക്ഷിതം ച, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞത് പറയാണ് ഭഗവാൻ. പിന്നെ പറയാണ്, അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനം എന്നർമ്മൈ നീയതേയാമ പ്രിയാ ഭീരുഭാമിനി. ഹേ ഭീരുഭാമിനി, ഇങ്ങനെ വെറുതെ ചെറിയ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പേടിച്ചവളും കോപം വരുന്ന രുക്മിണി, നോക്കൂ എന്താണ് ഇങ്ങനെ ഒരു ഭാര്യയായിട്ട് പ്രിയയാ നർമ്മൈ യാമനീയത, ഇങ്ങനെ ഓരോരോ നേരം പോക്കൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സമയം കളയാന്നൊക്കെന്നുള്ളതല്ലേ എന്നത്. അയം ഹി ഗൃഹമേധീനം ഗൃഹേഷു പരമോ ലാഭ, ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ആ സമയം പോകാനും അവർ
അവർക്കുള്ള ഒരു വലുതായിട്ടുള്ള നേട്ടം ഇങ്ങനെ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊണ്ടും കോപപ്പെടുത്തിക്കൊണ്ടും വീണ്ടും സമാശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ കഴിയുക എന്നുള്ളതല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രുക്മിണീ ദേവിയെ ഭഗവാൻ അങ്ങോട്ട് ആശ്വസിപ്പിച്ചു. ശ്രീശുകൗവാച സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിതാ ജ്ഞാത്വാ തൽപരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. 20ാമത്തെ ശ്ലോകത്തിന് ശേഷം ശ്രീശുക ഉവാച, അതായത് പിന്നീട് ഏതാവതുക്വാ ഭഗവാൻ ആത്മാനം, അത് ശ്രീശുക ബ്രഹ്മർഷി പറയുന്ന വാക്കുകളാണ്. അത് ശ്രീധരാചാര്യ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചില്ല എന്നേ ഉള്ളൂ. മൂലത്തിൽ അങ്ങനെ ഉണ്ടാവും, അവിടെ ശ്രീശുക ഉവാച എന്നുണ്ട്. ഇനി ബഭാഷ എന്താണ്? വീണ്ടും ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് സൈവം ഭഗവതാ രാജൻ, ഇപ്രകാരം ഭഗവാനാൽ സാന്ത്വനം ചെയ്യപ്പെട്ട വൈദർഭി രുക്മിണീ ദേവി ജ്ഞാത്വാ തൽപരിഹാസോക്തിം, ആ ഭഗവാന്റെ ആ വാക്കുകളിൽ കേട്ടത് പരിഹാസമായിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയത്യാഗഭയം ജഹൗ, ഏതായാലും ഭഗവാൻ ഇങ്ങനെ കാര്യമായിട്ടെന്നല്ല തമാശയായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള പേടിയുണ്ടല്ലോ, അതിനെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചു എന്ന് പറയാണ്. എന്നിട്ടോ ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവൻ മുഖം സവ്രീഡഹാസരുചിര സ്നിഗ്ധാവാംഗേന ഭാരത. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഒരു സമാധാനം വന്നതിന് ശേഷം രുക്മിണീ ദേവി ബഭാഷ ഋഷഭം പുംസാം ഋഷഭ, പുരുഷഋഷഭനായിട്ടുള്ള ഭഗവാന്റെ ആ മുഖത്തേക്ക് ഭഗവൻ മുഖം വീക്ഷന്തി, ഭഗവാനെ എങ്ങനെ നോക്കിക്കൊണ്ട ഭഗവാനോട് എങ്ങനെയാണ് സംവ്രീഡ ഹാസരുചിര സ്നിഗ്ധാവാംഗേന, നല്ല ഒരു ലജ്ജ കൂടിയിട്ട് അതേ സമയത്ത് തന്നെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് നല്ല സ്നേഹം നിറഞ്ഞിട്ടുള്ള നോട്ടത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ എങ്ങനെ നോക്കിക്കൊണ്ട് ആ ഭഗവാനോട് വളരെ അതിൽ ഭംഗിയുള്ള വാക്കുകളിൽ രുചിര സ്നിഗ്ധാവാംഗേന ഭാരത ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താണ് ഭഗവാനോട് പറയുന്നതാണ് രുക്മിണീ ദേവി പറയാൻ പോവാണ്. രുക്മിണി വാച നന്വേവമേ തദരവിന്ദ വിലോചനാഥ യദ്വൈ ഭവൻ ഭഗവതോ സദൃശീ വിഭുമ്ന ക്വസ്മി മഹിമ്യഭിരതോ ഭഗവം ത്രധീശ ക്വാഹം ഗുണപ്രകൃതിരജ്ഞ ഗൃഹീതപാദ. രുക്മിണീ ദേവി ഇനി ഭഗവാൻ തൻ്റെ മോശത്വങ്ങളായിട്ട് പറഞ്ഞതിനെയൊക്കെ ഭഗവാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഗുണങ്ങളായിട്ട് പറയാൻ പോവാണ്. എന്ന് മാത്രമല്ല ഭഗവാൻ തൻ്റേതായിട്ട് ശ്രേഷ്ഠങ്ങൾ, അതായത് രുക്മിണീ ദേവിയുടെ ഗുണങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഒട്ടും മോശമാക്കിക്കൊണ്ട് രുക്മിണീ ദേവി പറയുകയാണ് ഇതിലൊക്കെ അങ്ങ് എന്നേക്കാളിലൊക്കെ ശ്രേഷ്ഠനാണ്, അങ്ങ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്നുള്ള രീതിയിൽ രുക്മിണീ ദേവി ഭഗവാനോട് പറയുകയാണ്. അതാണ് അരവിന്ദലോചന എന്നാണ് ആദ്യം വിളിക്കുന്നത്, ചെന്താമരക്കണ്ണ അങ്ങനെയാണ്. അതാണ് നമ്മൾ തമ്മിൽ ഒട്ടും അതിൽ യോജിപ്പില്ല എന്ന് പറയണ ഭഗവതോ ആശ്രിതി അസദൃശി, അങ്ങയോട് ഒട്ടും സാദൃശ്യമില്ലാത്തവളാണ് ഞാൻ എന്ന് പറയുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വിഭൂമ്ന സാക്ഷാൽ ബ്രഹ്മാണ്, വിഭൂതികളിലേക്ക് അതീശ്വരനായിട്ടുള്ള ബ്രഹ്മാണ് ഭഗവത, ഭഗവാനായിട്ടുള്ള അങ്ങക്ക് അസദൃശി ഒട്ടും സാദൃശ്യമില്ലാത്തതായിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലേ അത് ശരിയാണെന്ന് പറയണം. കാരണം നിശ്ചയമായി, കാരണം ഏവം സത്യം തന്നെയാണ്. കാരണം സ്വേ മഹിമ്നി അഭിരത, അങ്ങ് എങ്ങനെയാണ് ആത്മാരാമനായിട്ട് തൻ്റെ ആത്മാനന്ദത്തിൽ അങ്ങനെ രമിച്ചു കൊണ്ടിരിക്കുന്നവനും ത്രിയധീശ 3 ലോകങ്ങൾക്കും അതീശനുമായിട്ടുള്ള ഭഗവാൻ ആണ് എന്ന് മാത്രമല്ല നിർഗുണ, അതായത് ഗുണങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള, അതായത് ത്രതീശൻ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾക്കും അതീശൻ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ, ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ 3 ഗുണങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതിനൊക്കെ അതീശനായിട്ടുള്ള പറഞ്ഞാൽ നിർഗുണനാണ് അല്ലെങ്കിൽ ഗുണാതീതനാണ്, ത്രിഗുണാതീതനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങെവിടെ അജ്ഞഗൃഹീത പാദ, വെറും അജ്ഞരാൽ മാത്രം ആശ്രയിക്കപ്പെട്ടവളും ഗുണപ്രകൃതി, ഈ ത്രിഗുണങ്ങൾ ചേർന്ന പ്രകൃതിയുമായ അഹം ഞാനെവിടെ, അതുകൊണ്ട് ഞാൻ അങ്ങക്ക് സദൃശയില്ല എന്ന് പറയുകയാണ്. ഞാൻ വെറും ത്രിഗുണമയിയായിട്ടുള്ള പ്രകൃതിയാണ്, അങ്ങ് ത്രിഗുണാതീതനായിട്ടുള്ള പുരുഷനാണ്, പരമാത്മാവാണ്. പിന്നെയോ അങ്ങ് പറഞ്ഞില്ലേ സത്യം ഭയാദിവഗുണേഭ്യ ഉരുക്രമാന്ത ശരീരേ സമുദ്ര ഉപലംബന മാത്ര ആത്മാ
നിത്യം കതീന്ദ്രിയഗണൈ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈർനൃപവദം വിദുതം തമോന്തം എന്ന് മാത്രമല്ല, ഹേ ഉരുക്രമ, അത്യന്തം പരാക്രമശാലിയായവനെ എന്നാ വിളിക്കണത്. ആത്മാ നിന്തിരുവടി ഗുണേഭ്യ ഭയാൽ ഈവ. അങ്ങ് പറഞ്ഞില്ലേ പേടിച്ചിട്ട് ദ്വീപിൽ ഒളിച്ചിരിക്കുക, സമുദ്രത്തിൻ്റെ നടുക്ക് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ശരിയാണ്. അങ്ങെങ്ങനെയാണ് ഈ ഗുണകാര്യങ്ങളിൽ നിന്നുള്ള ഭയം കൊണ്ടോ എന്ന് തോന്നിക്കുമാറ് അന്തസ്സമുദ്രേ, സമുദ്രത്തിനുള്ളിൽ ഉപലംബന മാത്ര വെറും ചൈതന്യമയനായിട്ട് ശേതേ, സത്യം ശയിക്കുന്നു എന്നത് സത്യമാണ്. ഏതാണ് ഇവിടുത്തെ ഈ സമുദ്രം? ഹൃദയങ്ങളാണ്. അതായത് ഇന്ദ്രിയഗണൈ, ദുർവാസനയായിട്ടുള്ള ഈ ഇന്ദ്രിയഗണങ്ങളോടുകൂടി ത്വം നിത്യം, അങ്ങ് എപ്പോഴും കൃതവിഗ്രഹം, അങ്ങനെ കലഹത്തിൽ ഏർപ്പെട്ട്, അതാണ് ദുഷ്ടന്മാരായുള്ള ശക്തിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എതിർപ്പാണ് പറഞ്ഞത്. അതായത് ഈ ഇന്ദ്രിയങ്ങളാണ് അങ്ങയുടെ ശത്രുക്കളെ, ആത്മാവിൻ്റെ ശത്രുക്കൾ. അവരോട് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ട് കലഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ അങ്ങയുടെ സേവകന്മാർ കൂടി അതേപോലെ എന്ന് പറയും. ത്വൽ സേവകൈ നൃപപദം അന്ധന്തമ വിദുതം, അങ്ങയുടെ സേവകന്മാരായുള്ള ആ രാജാക്കന്മാർ കൂടിയിട്ട് തങ്ങളുടെ ആ രാജപദവിയെ കൂടി ഉപേക്ഷിച്ച, കാരണം അത് അന്ധകാരത്തിലേക്ക് നയിക്കുന്ന വിജയിച്ചിട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങയുടെ പരമാത്മബോധത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൗകികളായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോയിരിക്കുകയാണ് അങ്ങയുടെ സേവകന്മാർ കൂടിയിട്ട്. അപ്പോൾ പിന്നെ അങ്ങയുടെ പറയേണ്ട കാര്യം പറയാണ്ടതാണ്. അതായത് ഭക്തജനങ്ങൾ അവരുടെ ഹൃദയമാകുന്ന സമുദ്രത്തിലാണ് അങ്ങ് കഴിഞ്ഞു കൂടുന്നത് എന്ന് പറയുകയാണ്. ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഈ ഇന്ദ്ര ശബ്ദാദി വിഷയങ്ങളായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാരെ പേടിച്ചിട്ട്. ത്വൽപാദപത്മമകരന്ദജുഷം മുനീനാം വർത്മാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മൽ അലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമം തവേഹിതമഥോ അനുയേ ഭവന്തം. പിന്നെ ഭഗവാൻ തൻ്റെ ഒരു ദോഷമായിട്ട് പറഞ്ഞു, അതായത് അസ്പഷ്ടവർത്തമനാം, അതായത് തൻ്റെ ദൗർബല്യങ്ങളെ പരാമർശിക്കുന്ന സമയത്ത്, അതായത് എന്താണ് ഞങ്ങളുടെ മാർഗം എന്താന്നുള്ളത് ആർക്കും അറിയില്ല, എന്തോ തോന്നിയമാതിരി നടക്കുന്ന ആൾക്കാരാണെന്ന് അതിനെ ശ്രേഷ്ഠമാക്കി പറയുകയാണ്. ഹേ ഭൂമൻ, അല്ലയോ പരമാത്മാവേ, ത്വൽ പാദപത്മ മകരന്ദജുഷാം, അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളിലെ തേനിനെ ആസ്വദിക്കുന്ന മുനീനാം വർത്മ, മഹർഷിമാരുടെ മാർഗം പോലും അസ്ഫുടം, വ്യക്തമല്ലാത്താണ് സാധാരണക്കാർക്ക്. ആർക്ക്? നൃപശുഭി, മനുഷ്യപശുക്കളാൽ ദുർവിഭാവ്യം നനു ദുർജ്ഞേയവും ആണെന്നത് തീർച്ച തന്നെ എന്ന് പറയുകയാണ്. ഏ ഭവന്തം അനുവർത്തന്തേ, ആരെല്ലാമാണോ അങ്ങയെ അനുസരിക്കുന്നത് അവരുടെ ഈ പ്രവൃത്തികൾ കൂടി അലൗകികം, ഇവ ലോകമര്യാദയെ അതിക്രമിച്ചിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് അങ്ങയുടെ ഭക്തന്മാരുടെയും അങ്ങയുടെ സേവകന്മാരുടെയും കഥ. പിന്നെ അങ്ങയുടെ കഥ പറയാണോ? യസ്മാൽ, എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതോ അക്കാരണത്താൽ ഈശ്വരസ്യ തവ ഈഹിതം ആചരണം, അതായത് അതുകൊണ്ട് അങ്ങയുടെ സേവകന്മാരുടെ അവസ്ഥ തന്നെ അതേമാതിരി അടിച്ച് പിന്നെ അങ്ങയുടെ കഥ പറയാണ്ടോ? അങ്ങയുടെയും ഓരോ ആചരണങ്ങളും ലോകമര്യാദയ്ക്ക് നിരക്കാത്തതായിരിക്കും, സംശയമൊന്നുമില്ല എന്ന് പറയുകയാണ്. അതായത് ശ്രീശുഖ ബ്രഹ്മർഷി, ജഡഭരതൻ മുതലായുള്ള പ്രവൃത്തികൾ തന്നെ ഇത് ഉദാഹരണമായിട്ട് പറയാം. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കഥ പറയാണ്ടോ? അതായത് ഈ മാമനായിട്ടുള്ള കംസനെ വധിച്ചു എന്നൊക്കെ ലോകമര്യാദയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് മൂഢന്മാർ പറയും. അതൊക്കെ വാസ്തവത്തിൽ അവർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നാണ് രുക്മിണി ദേവി പറഞ്ഞ അങ്ങയുടെ മഹത്വം സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല. ഇനി പറഞ്ഞില്ലേ അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല, അതിനെ വേറെ പറയുകയാണ്. നിഷ്കിഞ്ചനോ നനുഭവാൻ നയതോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിഭുജോ ബിഹരന്ത്യജാദ്യ നത്വാ വിദന്ത്യസുതുപോന്തകമാഢ്യതാന്ത ഭ്രഷ്ടോ ഭവൻ ബലിഭുജാമപി തേ വിദുഭ്യം. അതായത് പറഞ്ഞു അങ്ങ് നിഷ്കിഞ്ചനാണെ പറഞ്ഞു. പിന്നെയോ അങ്ങയുടെ ചങ്ങാതിമാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും നിഷ്കിഞ്ചന പ്രിയന്മാരുമാണെന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം പറയുകയാണ്. അതായത് എന്താണ് ഇവിടെ നിഷ്കിഞ്ചൻ എന്ന് പറയാൻ? അങ്ങേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൽ വേറെ ആരും ഇല്ല എന്നാണ്. യഥാ കിഞ്ചിൽ ന അസ്മി അസ്തി, യാതൊരാളേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്ന അർത്ഥത്തിൽ ഭവാൻ നിഷ്കിഞ്ചന നനു, അങ്ങ് നിഷ്കിഞ്ചനൻ തന്നെയാണ് എന്ന് പറയാണ്. പിന്നെയോ
ബലിപൂജ സർവരുടെയും ബലി അനുഭവിക്കുന്ന അജാദ്യ ബ്രഹ്മാദി ദേവന്മാർ പോലും യസ്മൈ ബലിം ഹരന്തി, അങ്ങയ്ക്ക് യാതൊരാൾക്ക് ബലിയെ സമർപ്പിക്കുന്നുവോ എങ്കിൽ അങ്ങനെയുള്ള ആൾ പിന്നെ എങ്ങനെ നിഷ്കിഞ്ചനാകുക? ബലിപൂജാം, ബലിയെ സ്വീകരിക്കുന്നവർക്ക് ഭവാൻ അഭിപ്രേഷ്ട, അങ്ങും പ്രിയപ്പെട്ടവനാണ്. തുഭ്യം, അങ്ങയ്ക്ക് തേ അഭി, അവരും പ്രിയപ്പെട്ടവരാണ്. ആഢ്യതാന്ത, അതുകൊണ്ട് ഈ അങ്ങനെയല്ലേ അവർ നിഷ്കിഞ്ചന്മാരായിട്ടുള്ള, അതാണ് നിഷ്കിഞ്ചന്മാരെ പ്രിയന്മാരാരാണ്? ആ ബ്രഹ്മാദി ദേവന്മാരാണ് അങ്ങയുടെ കൂടെയുള്ള ആൾക്കാർ എന്ന് മാത്രമല്ല ഭഗവത് ഭക്തന്മാർക്ക് അവർക്കും ഭഗവാൻ അങ്ങല്ലാണ്ട് ആരുമില്ല. അതുകൊണ്ടാണ് അവർ നിഷ്കിഞ്ചന്മാരെ പറയുന്നത്. അവർക്ക് പ്രിയപ്പെട്ടവനാണ് അങ്ങ്. അല്ലാതെ വെറും എങ്ങനെയാണ് ആഢ്യത്വം കൊണ്ട് കാഴ്ച നശിച്ചവരും ആസൂത്രിത ഇന്ദ്രിയങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് അന്തകം ത്വാ ന വിദന്തി, കാലസ്വരൂപനായിട്ടുള്ള അങ്ങയെ അറിയാൻ കഴിയുന്നില്ല ഭഗവാനെ. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിവോ സമുചിതോ ഭവതഃ സമാജ പുംസസ്ത്രിയശ്ചരതയോ സുഖദുഃഖിനോർന്ന. പിന്നെ പറഞ്ഞില്ലേ, എല്ലാവരും നമ്മൾ അവനോട് യയോരാത്മസമം, അവനോന് തുല്യമായിട്ടുള്ള ധനം, ആഭിജാത്യം, ഐശ്വര്യം, സൗന്ദര്യം, ഭാവി ജീവിതം, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതിനെ സൂചിപ്പിക്കുകയാണ്. ഹേ വിഭോ, ഭഗവാൻ വിഭു ആയവനെ, ത്വം അങ്ങ് സമസ്ത പുരുഷാർത്ഥമയ, എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും പ്രതീകമാണ് അങ്ങ്. പിന്നെയോ അതിൻ്റെ ഫലാത്മാവുമാണ് അങ്ങ്. തസ്മാൽ, അതുകൊണ്ട് സുമതയ, നല്ല സുഹൃതികളായിട്ടുള്ള ആൾക്കാർ യൽ വാഞ്ചയാ, യാതൊന്നുള്ള അഭിലാഷം ഹേതുവായി കൃഷ്ണം വിസർജന്തി, എല്ലാറ്റിനെയും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തേഷാം, അവർക്കും ഭവത, നിന്തിരിപിടിക്കും തമ്മിലുള്ള സമാജ, ഈ ബന്ധം, അതായത് സേവ്യ സേവക ഭാവത്തോടുകൂടിയുള്ള ബന്ധം സമുചിത, അനുയോജ്യം തന്നെയാണെന്ന്. കാരണം രഥയോ സുഖദുഃഖിനോ, അല്ലാതെ പരസ്പര അനുരാഗബദ്ധരായിട്ട് വെറും സുഖദുഃഖങ്ങൾ പങ്കിടുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സാധാരണ പുരുഷ സ്ത്രീയുള്ള ബന്ധമല്ലേ, അതല്ല ഒട്ടും അഭികാമ്യമായിട്ടുള്ള. എങ്ങനെയാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ കൂടിയിട്ട് എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും രൂപമായിട്ടുള്ളവനും എല്ലാ പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതിനായിട്ടുള്ള അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മസമം, ആ ബന്ധം എന്ന് പറയുകയാണ്. ആത്മസമം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പരമാത്മാവിന് തുല്യനായിട്ടുള്ള ആൾ. അതാരാണ്? അത് ഭഗവാനാണ്. അപ്പോൾ സന്മതികളായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക? ആ ഭഗവാനെ തന്നെ ആഗ്രഹിക്കും. അല്ലാണ്ട് വെറും സ്ത്രീ പുരുഷ സുഖത്തിലുള്ള ദുഃഖത്തിൽ മുഴുകിയുള്ള വെറും ലൗകിക ബന്ധങ്ങളിലല്ല അവരെ ആശ്രയിക്കുക എന്ന് പറയുകയാണ്. പിന്നെയോ ത്വം ന്യസ്തദണ്ഡ മുനിഭിർഗതിദാനുഭാവ ആത്മാത്മദശ്ച ജഗതാമിതി മേ ഹൃദോസി ഹിത്വാ ബഹൽഭൃവ ഉദീരിതകാലവേഗ ധ്വസ്താശിഷോബ്ജ ഭവനാഗപതീൻ കുതന്യേ. പിന്നെയോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയെ വരിക്കാൻ കാരണം എന്ന് പറയുകയാണ്. ത്വം ന്യസ്തദണ്ഡമുനിഭി ഗതിദാനുഭാവം, അങ്ങനെയാണ് ആ ഹിംസാശീലൊക്കെ തീരെ ഉപേക്ഷിച്ചുള്ള നല്ല സൽസ്വഭാവികളായിട്ടുള്ള സന്മാർഗത്തിൽ കൂടി ചരിക്കുന്ന മഹർഷിമാരാൽ പുകഴ്ത്തപ്പെടുന്ന മാഹാത്മ്യത്തോടു കൂടിയവനാണ് അങ്ങ്. ജഗതാം ആത്മാ, ലോകങ്ങളുടെ മുഴുവൻ പരമാത്മാവാണ് എന്ന് മാത്രമല്ല ആത്മദച്ഛ, തന്നെ തൻ്റെ അടുത്ത് വരുന്നവരൊക്കെ തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ കൊടുക്കുന്നവനാണ് അങ്ങ്. എന്നറിഞ്ഞിട്ട് ഈ അറിയുന്ന ആൾക്കാർ ഭാവൽ ഭ്രുവ ഉദീരിത കാലവേഗ ധ്വസ്താജിട, അങ്ങയുടെ ആ പുരികക്കൊടി ഒന്ന് ഇളകിയാൽ അതിൻ്റെ പുരികക്കൊടിയുടെ ചലനാണ് കാലം. ആ കാലപ്രവാഹത്തിൻ്റെ ശക്തി കൊണ്ട് തകർക്കപ്പെട്ട ആശിസ്സുകളോടുകൂടിയ, അതായത് അബ്ജഭാവ നാഗവ ബ്രഹ്മാവ് ഇന്ദ്രാദികൾ വരെ ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ അവർക്ക് ആശിസ്സുകളൊക്കെ നൽകാൻ കഴിവാണ്. പക്ഷെ അവരുടെയൊക്കെ എങ്ങനെയാണ്? അവരുടെ കാലം കൂടി നിശ്ചയിക്കുന്നത് അങ്ങയുടെ പുരികക്കൊടികളുടെ ചലനം കൊണ്ടാണ്. അപ്പോൾ അവരെയൊക്കെ ഹിത്വാ മേ വ്രത, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങയെ വരിച്ചിരിക്കുന്നത്. അന്യേ കുത പിന്നെ പറയാനുണ്ടോ? അവരൊന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രമേ വേണ്ടൂ എന്ന് പറയുകയാണ്. അതായത് ഭിക്ഷുക്കളും എല്ലാവരും പ്രപഞ്ചത്തിലെല്ലാം ഇതിൽ ന്യസ്തന്മാരായുള്ള ഭിക്ഷാടന്മാരുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് ഭഗവാനെ വാനോളം പൊഴുത്തുന്ന അവർ ഭിക്ഷുക്കളൊക്കെ പൊഴുത്തുണ്ടല്ലോ. അങ്ങനത്തെ ആളെ എന്തിനാ വരിച്ച് എന്ന് ചോദിച്ചതിനാണ് പറയണത്. അങ്ങയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അവർ അങ്ങയെ ഭജിച്ചത്. അല്ലാണ്ട് ഈ ബ്രഹ്മാവ് ദേവന്മാരെ, ഞാൻ ബ്രഹ്മാദി ദേവന്മാരും കൂടി എനിക്ക് ആവശ്യമില്ല. അവരെല്ലാവരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരൊന്നും വേണ്ട, അങ്ങയെ മാത്രം മതി എന്ന് പറയുകയാണ് രുക്മിണീദേവി. ജാഡ്യം വചസ്തവഗതഗ്രജയസ്തു ഭൂവാൻ
വിദ്രാവ്യ സാർഗനിനദേന ജഹർത്തമാം ത്വം സിംഹോ യഥാ സുബലിമീശ പശുൻ സ്വഭാഗം തേഭ്യോ ഭയാൽ യദുദധിം ശരണം പ്രപന്ന എന്ന് പറഞ്ഞ മാതിരി ആ ഭഗവാനെ തന്നെ കുറച്ച് മോശം. ആ ഭഗവാനാണ് എനിക്ക് അറിയില്ലാണ് ഞാൻ ചെയ്താന്ന് പറഞ്ഞില്ലേ. ആലോചിച്ച് നോക്കിയാൽ അങ്ങല്ലേ യഥാർത്ഥത്തിൽ അജ്ഞൻ. അങ്ങയുടെ ആ മഹത്വത്തിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കണില്ല എന്നുള്ള രീതിയിലാണ് ഒരു പ്രത്യാരോപണമാണ് രുക്മിണി ഇവിടെ പറയണത്. എന്താണ്? ഹേ ഗദാഗ്രജ, അല്ലയോ ഗദന്റെ ശ്രേഷ്ഠനും ഈശനുമായുള്ളവേ, യത്വം തു യാതൊരങ്ങാകട്ടെ സിംഹ പശൂൻ സ്വബലിം പശൂൻ വിദ്രാവ്യ സിംഹം ആ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ ഓടി തുരത്തിയിട്ട് തൻ്റെ ബലിയെ എപ്രകാരം ഹരിക്കുന്നുവോ അപ്രകാരം ശാർഗതിനതേന അങ്ങയുടെ ആ വെല്ലിൻ്റെ ഞാണലിയാൽ ഭൂപാൻ വിദ്രാവ്യ രാജാക്കന്മാരെയൊക്കെ ഓടിപ്പിച്ചിട്ട് സ്വഭാഗം അങ്ങയുടെ ഭാഗമായിട്ടുള്ള എന്നെ ജഗർത്ത ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നുവോ തവ അങ്ങയുടെ തേഭ്യ അവരെയൊക്കെ പേടിച്ചിട്ടാണ് അങ്ങ് ഭയം കൊണ്ട് ഈ സമുദ്രത്തെ ശരണം പ്രാപിച്ചു എന്ന് പറയുന്നതില്ലേ, അതൊരു ജാഡ്യം, ഒരു മാന്ദ്യം, അജ്ഞത കലർന്നതില്ലേ. അങ്ങ് അവരെ പേടിച്ചിട്ടൊന്നല്ല കഴിയണത്, അവരെ നിഷ്പ്രയാസം തോൽപ്പിച്ചിട്ടാണ് അവരെന്നെ അങ്ങ് എന്നെ സ്വീകരിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നോടിതൊന്നും പറയണ്ട എന്ന് പറയാണ് രുക്മിണീ ദേവി. പിന്നെയോ യൽവാഞ്ചയാ നൃപശിഖാമണയോങ്കവൈന്യ ജായന്തനാഹുഷകയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിസുവനമംബുജാക്ഷ സീതന്തിരേനുപദവിം തൈഹാസ്ഥിതാക്കിം എന്ന് മാത്രമല്ല, ഈ അംബുജാക്ഷ ചന്താമരക്കണ്ണ യൽ വാഞ്ചയാ യാതൊരു അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാരാജാക്കന്മാർ, ചക്രവർത്തിമാർ, അങ്കൻ, വൈന്യൻ എന്ന് പറഞ്ഞാൽ പൃഥു, ജായന്തൻ അതായത് ഋഷഭദേവൻ, നാഹുഷൻ അതായത് യയാതി, ഗയൻ, ജായന്തൻ എന്ന് പറഞ്ഞാൽ ഋഷഭദേവനല്ല ഭരതൻ, അതുമാതിരി നാഗുഷൻ എന്ന് പറഞ്ഞാൽ യയാതി, ഗയൻ മുതലായിട്ടുള്ള നൃപശിഖ രാജചൂടാമണികൾ ഐകപത്യം രാജ്യം വിസൃജ്യ ഏകഛത്രാധിപത്യമുള്ള തങ്ങളുടെ ചക്രവർത്തിപദം കൂടി ഉപേക്ഷിച്ചിട്ട് ത്യജിച്ചിട്ട് വനം വിവിച്ചു തപോവനത്തിലേക്ക് പ്രവേശിച്ചു. തേ അനുപതിവിം അങ്ങനെയുള്ള ആ മാർഗത്തെ ആസ്ഥിത വർത്തിച്ചവരായിട്ടുള്ള അവര് ഇഹ കിം സീതന്തി അവരാരെങ്കിലും ഇപ്പോൾ അവരുടെ ഭൂമിയിൽ കിടന്ന് ക്ലേശിക്കുന്നുണ്ടോ? അസമന്മാരായിട്ടുള്ള ആൾക്കാരെ പ്രാപിച്ചു വെച്ചാൽ പ്രായേണ അവർക്ക് വിഷമിക്കേണ്ടി വരുന്ന ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞില്ലേ. അങ്ങനെ അസമനായിട്ടുള്ള അങ്ങനെ അതായത് ശ്രേഷ്ഠനായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശ്രേഷ്ഠനായിട്ടുള്ള ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത അങ്ങയെ ആശ്രയിച്ചിട്ട് ഈ ചക്രവർത്തി പദം കൂടി ഉപേക്ഷിച്ചാൽ അവരാരും ബുദ്ധിമുട്ടിന് കണ്ടിട്ടില്ല. അവരെല്ലാവരും ആനന്ദ നിർവൃതി തന്നെയല്ലേ കഴിയുന്നത് എന്നാണ് രുക്മിണി ചോദിക്കണത്. കാന്യം ശ്രയേതവ പാദസരോജഗന്ധമാഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാസദോരുപയമർത്ഥ വിവിക്ത ദൃഷ്ടി എന്നു മാത്രല്ല, ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലാതെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. എന്താണ്? സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മി ആലയം ഭഗവാന്റെ മഹത്വങ്ങൾ പറയുകയാണ്. സന്മുഖരിതം സജ്ജനങ്ങളാൽ കീർത്തിക്കപ്പെട്ടതും ജനതാപവർഗം മനുഷ്യ സമൂഹത്തിന് മുഴുവൻ മോക്ഷത്തെ നൽകുന്നതും ലക്ഷ്മീദേവിയുടെ ആശ്രയ കേന്ദ്രവുമായിട്ടുള്ള ഗുണാലയസ്യ സർവഗുണങ്ങൾക്കും വാസസ്ഥാനമായ തവ പാദസരോജഗന്ധം അങ്ങയുടെ ആ ശ്രീപാദപത്മങ്ങളുടെ ഗന്ധത്തെ ആഘ്രായ ഒരു തവണ നോർന്നതിൽ പിന്നെ അഭിഗണയ അതിനെ അവഗണിച്ച് അർത്ഥവിവിക്ത ദൃഷ്ടി വെറുതും ഹിതാഹിതങ്ങളിലായ പോകത്തില്ലേ വകതിരിവുള്ള ദൃഷ്ടിയോടുകൂടിയ കാമർത്യ ഏതാണ് ശരി, നമുക്ക് വേണ്ടത് ഏതാണ്, നമുക്ക് വേണ്ടാത്ത ഏതാണെന്ന് അറിയുവാൻ കഴിവുള്ള ദൃഷ്ടിയോട് കൂടിയിട്ടുള്ള ഏതൊരു മനുഷ്യ സ്ത്രീയാണ് സത് ഒരു ഭയാ അന്യം ശ്രേയത എപ്പോഴും സദാസൈവം ഭയന്ന് കഴിയുന്നവളായിട്ട് വേറൊരാളെ ആശ്രയിച്ച് എപ്പോഴും ഭയം ഉണ്ടാവും. കാരണം അങ്ങയുടെ പുരിയക്കൊടികളിലൊക്കെ ആയിട്ടുള്ള കാലത്തിൻ്റെ അധീനന്മാരാണ് അവരെല്ലാവരും. അപ്പം അങ്ങനെ വേറെ വല്ലേരി ആശ്രയിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പേടിയുണ്ടാവൂ. പേടിയില്ലാണ്ട് എപ്പോഴും മോക്ഷം മാത്രം നൽകുന്നതാ എല്ലാ ഐശ്വര്യങ്ങൾക്കും അധീശനായിട്ടുള്ള ആശ്രയമായിട്ടുള്ള അങ്ങയുടെ പാദാരവിന്ദങ്ങളെ മനസ്സിലാക്കിയുള്ള ആൾക്കാർ ആരാണ് അതിനെ വേണ്ടാവിക്കുക. അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് രുക്മിണി പറയുകയാണ്. വീണ്ടും പറയുകയാണ്. തം ത്വാനുരൂപമദജംഗ
അഭജം ജഗതാം തം ത്വാനുരൂപമദജം ജഗതാമധീശമാത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേ തവാഘ്രിരമണം ശ്രുതിഭിർഭ്രമന്ത്യാ യോ വൈ ഭജന്തമുപയന്ത്യാനൃതാപവർഗ. ഇനിയോ അത്ര ച പരത്ര ച ഭഗവാനെ, എനിക്ക് ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിത്തരുന്നവനും അനുരൂപനും ഇനി ജഗതാം അധീശം, ലോകങ്ങളുടെ എല്ലാം അധീതനും അധിപനും ആത്മാവുമായ തം ത്വാ, ആ നിന്ദരിയെ ഞാൻ അഭജം ഉപാസിച്ചു. ആനൃത അപവർഗ, മിഥ്യയായിട്ടുള്ള ഈ സംസാരത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് വൈ ഏതൊരാളാണോ ഭജന്തം ഉപയാതി, തന്നെ ഭജിക്കുന്നവനെ സ്വന്തമാക്കി തീർക്കുന്നത്, ശ്രുതിഭി ഭ്രമന്ത്യ, ഈ ജന്മപരമ്പരകളാൽ നട്ടം തിരിയുന്ന മേ എനിക്ക് തവ അംഘ്രി ഹരണം സ്യാൽ. അങ്ങനെയുള്ള, അതായത് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ള എല്ലാവരും ആരുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നുവോ എന്ന് മാത്രമല്ല, ഇഹലോകത്തിലും പരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിത്തരുന്നവനും അവസാനം തന്നെ തന്നെ നൽകുന്നവനുമായിട്ടുള്ള അങ്ങയെ ആശ്രയിച്ച് എനിക്ക് എൻ്റെ രക്ഷാകേന്ദ്രമായിട്ട് അഭയകേന്ദ്രമായിട്ട് ഭഗവാനെ അങ്ങ് തന്നെ വരയണമേ എന്നാണ് രുക്മിണിയുടെ പ്രാർത്ഥന. തസ്യാസ്യുരച്യുത നൃപാ ഭവതോപധിഷ്ഠാ സ്ത്രീണം ഗൃഹേഷു ഖരഗോശ്വപിടാലഭൃത്യാ യൽ കർണമൂലമരിഹർഷണനോപയായാൽ യുഷ്മൽ കഥ മൃളവിരിഞ്ച സഭാസു ഗീത. ഹേ അച്യുത, അരികർഷണ എന്ന് പറയണ അച്യുത, അതായത് ഒരിക്കലും നാശമില്ലാത്തവനും അരികർഷണ എന്ന് പറഞ്ഞാൽ ശത്രുനാശകനുമായവനെ, ഭവതാ ഉപദിഷ്ടാ നൃപ, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട രാജാക്കന്മാർ, ഗൃഹേഷു ഗൃഹസ്ഥ ജീവിതത്തിൽ സ്ത്രീകൾക്ക് വശംവദരായിട്ട് ഖരഗോശ്വബിടാലഭൃത്യ, കഴുതകളായിട്ടും കാളകളായിട്ടും നായ്ക്കളായിട്ടും പൂച്ചകളായിട്ടും ഭൃത്യരായിട്ട് ഇരിക്കുന്നവരാണ്. മൃഡവിരിഞ്ച സഭാസു, ശിവൻ ബ്രഹ്മാവ് ഇവരുടെയൊക്കെ ദിവ്യസഭകളിൽ ഗീത ഗാനം ചെയ്യപ്പെടുന്ന യുഷ്മൽ കഥ, ഭവാന്റെ പുണ്യകഥ, യൽ കർണമൂലം ഏതൊരുവരുടെ ചെവിക്കുള്ളിൽ ഉപായയാൽ കടന്നു ചെല്ലുന്നില്ലയോ, തസ്യ അങ്ങനെയുള്ളവൾക്ക് സ്യു അവരാകട്ടെ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചാൽ, അങ്ങ് പറഞ്ഞില്ലേ ശ്രേഷ്ഠന്മാരായുള്ള അതായത് രാജാക്കന്മാരെ പറ്റി, ആ ശ്രേഷ്ഠന്മാരായുള്ള രാജാക്കന്മാരുണ്ട്, എന്നെ ഉപദേശിച്ച് എന്നെ വിട്ടിട്ട് വേണച്ചാൽ ഭവതിക്ക് അവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ആ ഭവതാ ഉപദിഷ്ടാ നൃപ. അങ്ങയാൽ അങ്ങ് പറയപ്പെട്ടുള്ള ഈ രാജാക്കന്മാരുണ്ടല്ലോ, അവരെങ്ങനെയാണ്, അവരെല്ലാവരും ഈ ലൗകിക ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ തങ്ങളുടെ പത്നിമാരുടെ അടിമകളായിട്ട് കഴുതകളായിട്ടും പൂച്ചകളായിട്ടും നായ്ക്കളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കണമെന്നില്ലേ, അവരെ തങ്ങളുടെ നാഥന്മാരായിട്ട് മറ്റുള്ള സ്ത്രീകൾ തിരഞ്ഞെടുത്തോട്ടെ. പക്ഷേ എനിക്ക് ആ ബ്രഹ്മാവിൻ്റെയും അതുമാതിരി പരമേശ്വരൻ്റെയും മറ്റ് ദിവ്യസഭകളിലൊക്കെ കീർത്തിക്കപ്പെടുന്ന അങ്ങനെ പുണ്യകഥ അങ്ങനെ ചെവിയിൽ കേട്ടിട്ടുള്ള എനിക്ക് അതൊന്നും വേണ്ട. അത് കേൾക്കാത്ത ആൾക്കാർക്ക് അവർ ഈ രാജാക്കന്മാരെ പിന്നാലെ പോയിക്കോട്ടെ, ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്താണ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുകയാണ്. ശ്മശ്രുരോമ നഖകേശ പിനദ്ധമന്തർ മാംസാംസ്തിരക്തകൃമിവിത് കപവിത്തവാദം ജീവൽ ശവം ഭജതി കാന്തമതിർവിമൂഢ യാതേ പദബ്ജമകരന്ദ മജിഘ്രധീ സ്ത്രീ. യാ സ്ത്രീ അങ്ങനെയുള്ള യാതൊരുവളാണോ അവൾ എന്തു ചെയ്യും, വിമൂഢ വിവേകം ലേശം പോലും ഇല്ലാത്തവളായിട്ട് തേ പദാബ്ജമകരന്ദ അങ്ങയുടെ ശ്രീപാദപൻപങ്ങളിലെ ആ ആനന്ദമധുവിനെ നുകരാത്തവളായിട്ട് അജിഘ്രതി. എന്നിട്ട് എന്ത് ചെയ്യും, തങ്ങൾക്ക് ഭർത്താവിനെ വേണമെന്ന് വിചാരത്തോടു കൂടിയിട്ട് കാന്തമതി സുന്ദര പുരുഷനാണെന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് അവരുടെ ശരീര സൗന്ദര്യം മാത്രം നോക്കും. എന്താണ് ഈ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വക് ശ്മശ്രു രോമ നഖ കേശ പിനദ്ധം. ത്വക്കുണ്ട്, താടിയുണ്ട്, രോമുണ്ട്, നഖമുണ്ട്, തലമുടി എന്നിവയാൽ ആവരണം ചെയ്യപ്പെട്ടുള്ള ഉള്ളിലെന്താ ഉള്ളത്, മാംസം, അസ്ഥി, രക്തം, കൃമി, മലം, കഫം, പിത്തം, വാതം, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നുള്ള അതിനെ തോലുകൊണ്ട് രോമം കൊണ്ടൊക്കെ അതിനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഭംഗിയാക്കി വെച്ചുള്ള ഒരു കളിപ്പാവുമാതിരി നമ്മളില്ലേ
പാടത്തൊക്കെ ഇങ്ങനെ ജന്തുക്കളെയും പക്ഷികളൊക്കെ പിടിച്ചോടിപ്പിക്കാൻ വേണ്ടി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കില്ലേ? യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ അതന്നെയാണോ ഓരോ ജീവൻ എന്ന് പറയുകയാണ്. അതിനൊക്കെ ജീവൻ എന്ന് പറയാൻ പറ്റില്ല, ജീവൽ ശവം. ജീവിച്ചിരിക്കുമ്പോഴും കൂടി ശവങ്ങളാണ്. കാരണം അങ്ങനെയുള്ള ആ മനുഷ്യരെ വെറും മനുഷ്യഭാവത്തിലുള്ള ആൾക്കാർ, അവരൊക്കെ മർത്യന്മാരാണ്, മരിച്ചു പോകുന്നവരാണ്. അവരെ ഭജിക്കണു ഈ സ്ത്രീകള് തങ്ങളുടെ നാഥനാണെന്നുള്ള ഭാവത്തിൽ. എന്നാലും അത് കാരണം എന്താണ്? അങ്ങയുടെ പാതാരവിന്ദ മകരന്തം അനുഭവിക്കാത്തവരാണ് അവരെ എന്ന് പറയുകയാണ്. അസ്തു അംബുജാക്ഷമമതേ ചരണാരുരാഗ ആത്മൻരതസ്യ മയി ചാനതിരിക്ത ദൃഷ്ടി യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരചോതി മാത്രോ മാമീക്ഷസേ തദുഹന പരമാനുകമ്പം. ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു, ഞാൻ അവരുടെയൊക്കെ ആ മതത്തിന് തീർക്കാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾക്ക് പ്രായേണ ഉദാസീനാവയം നൂനെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ലൗകിക വിഷയങ്ങളിലൊന്നും യാതൊരു ആഗ്രഹമില്ല, കാരണം ഞങ്ങളൊക്കെ ആത്മാരാമന്മാരാണെന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അതിന് രുക്മിണിയുടെ മറുപടിയാണ്, ഹേ അംബുജാക്ഷ, അല്ലയോ ചെന്താമരക്കണ്ണ, അതായത് എന്നിലെ മയീച്ച അനതിരിക്കത ദൃഷ്ടി, വേണ്ടത്ത ആസക്തിയൊന്നും എന്നിലും കൂടി അങ്ങക്കില്ല. ശരിയാണ്, സമ്മതിച്ചു. ആത്മൻ രഥസ്യാമ, അങ്ങ് സ്വന്തം ആത്മാവിൽ അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള തേ, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിലെ ശ്രീവ ചരണാനുരാഗ നമാസ്തു, ആ പാതാരവിന്ദങ്ങളിലെ ഭക്തി ഇല്ലേ, അതെനിക്കുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയണ. കാരണം എർഹി, എന്നെങ്കിലും എപ്പോഴെങ്കിലും സമയത്ത് അങ്ങയുടെ ആ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിൽ എർഹി അസ്യ വൃദ്ധ, ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാത്ത രജോതി മാത്ര, അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി അങ്ങ് രജോ ഗുണത്തിനെ പലപ്പോഴും ഇതിൽ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ രജോ ഗുണത്തിൻ്റെ ആധിക്യത്തെ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും മാം ഈക്ഷസേഹ, അങ്ങൊന്നും ഇങ്ങനെ കടാക്ഷിക്കുന്നുണ്ടല്ലോ, തപ്പൂന്ന അത് തന്നെ എനിക്ക് പരമാ അനുകമ്പ, അങ്ങ് എന്നോട് കാട്ടുന്ന ഏറ്റവും വലിയ കാരുണ്യാണ് എന്ന് ഞാൻ ഭാവിക്കണു എന്ന് പറയുകയാണ്. അതായത് ഈ ഭഗവാൻ നിർഗുണനാണെങ്കിൽ ത്രിഗുണാതീതനാണെങ്കിൽ കൂടിയിട്ട് ആത്മാരാമനാണെങ്കിൽ കൂടിയിട്ട് എപ്പോഴെങ്കിലും ഒരു ലീലയായിട്ട് ഈ സൃഷ്ടിയാദികൾ നിർവഹിക്കുമ്പോൾ ആ മായയെ ആശ്രയിക്കുമല്ലോ, ആ മായ താൻ തന്നെയാണ് എന്നാണ് രുക്മിണീദേവി സമ്മതിക്കുന്നത്. അതായത് ആ പ്രകൃതി, അപ്പോൾ ആ പ്രകൃതി ഒന്ന് നോക്കില്ലേ, ആ ഒരു കടാക്ഷം മാത്രം മതി, ആ കുറച്ച് രജോ ഗുണത്തോടു കൂടിയുള്ള കടാക്ഷം അത് മാത്രം മതി തനിക്ക് എന്ന് രുക്മിണീദേവി പറയുകയാണ്. നൈവാളികമഹം മന്യേ വചസ്തേ മധുസൂദന അംബായ ഇവ ഹി പ്രായ കന്യായാസ്യൽക്വചിൽ. പിന്നെ മാത്രമല്ല, ഹേ മധുസൂദന, അല്ലയോ മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനെ എന്ന് പറയാണ്. തേ വച, അങ്ങയുടെ ഈ വാക്കുകൾ അളീകം അഹം മന്യേവ, അസ്ഥാനത്താണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുകയാണ്. കാരണം പ്രായേണ അംബായ ഇവ, അമ്മയ്ക്കെന്ന പോലെ, കന്യായ അംബായ ഇവ, അംബ എന്നുള്ള രാജകുമാരിയെ പറ്റിയാണ്. അംബ എന്നുള്ള പോലെ ഏത് കന്യകയ്ക്കും കൊച്ചിൽ രതിസ്യാൽഹി, ഏതെങ്കിലും ഒരാൾ അനുരാഗം ഉണ്ടായിച്ചാൽ പിന്നെ അത് മാറില്ല എന്ന് പറയണം. അമ്പയ്ക്ക് ആ ശാൽവൻ എന്നുള്ള രാജാവിലെ ആഗ്രഹം ഉണ്ടായില്ലേ, എന്നിട്ടോ ഭീഷ്മര് പിടിച്ചുകൊണ്ട് വന്നിട്ടൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആ ശാൽവൻ്റെ പിന്നാലെ പോയില്ലേ ചെയ്ത്. അതുമാതിരി ഞാൻ അങ്ങേ ഒരിക്കലും വരച്ചു കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹമായിട്ട് വേറെ ആളുടെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുമോ? രാജകന്യക്ക് അത് ഒട്ടും യോജിച്ചതല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് അത് ഇനി പറയാണ്, വ്യൂഢായാശ്ചാപി പുംശ്ചല്യ മനോഭേദിനവന്നവം ബുധോസതിം നഭിപ്രിയൽ താം ബിഭ്രത് ഉപയച്യുത. വ്യൂഢയ അഭിജ, ഒരു വിവാഹിതയായാൽ പോലും പുംശ്ചല്യ, ഒരു വേശ്യയുടെ മനസ്സാണ് നവം അഭ്യേദി, വീണ്ടും വേറെ ആളെ, പുതിയ ഒരാളെ അങ്ങനെ തേടി പോകാറുണ്ട്. എന്നാലോ ബുദ്ധിമാനായിട്ട് ഒരാൾ അസതിം നഭിപ്രിയാൽ, ആ ബുദ്ധിയുള്ള ആൾ ആരും അത്തരത്തിലുള്ള സ്ത്രീകളെ ഒരിക്കലും സ്വീകരിക്കരുത്. താം ബിഭ്രൽ ഉപയച്യുത, കാരണം അങ്ങനെയുള്ള ഒരുവളെ സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്ന ആൾ ഉഭയഭ്രഷ്ടനായിത്തീരുന്ന് പറയുകയാണ്. അതായത് തന്നെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ, തൻ്റെ കന്യകയായിട്ട് തന്നെ സ്വീകരിക്കുന്ന ആൾ കുറച്ച് കാലം കഴിഞ്ഞാൽ വേറൊരാളെ പോവുക, അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ആളാണെന്ന് വെച്ചാൽ ഒരു പുരുഷനും അങ്ങനെയുള്ള ഒരു കന്യകയെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് രുക്മിണി ദേവി പറയണത്. അതുകൊണ്ട് താൻ അങ്ങനെയുള്ളവളല്ല, എൻ്റെ അനന്യഗതിയായിട്ട് അങ്ങേ തന്നെ ആശ്രയിച്ചവളാണ് ഞാൻ എന്നാണ് രുക്മിണിയുടെ ഭാവം. ശ്രീ ഭഗവാനുവാച സാദ്വേദൽ ശ്രോതുകാമൈസ്ത്വം രാജപുത്രി പ്രലംബിത
മയോദിതം യദന്വാഥ സർവം തൽ സത്യമേവ ഹി. ഇതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായിട്ട് ഭഗവാൻ പറയാണ്, ഹേ സാധ്വി രാജപുത്രി, അല്ലയോ പതിവ്രതയായിട്ട് രാജപുത്രി, ഏതൽ ശ്രോതുകാമൈ, ഇങ്ങനെയെല്ലാം ഭവതിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്നാൽ ത്വം പ്രലംബിത, ഭവതി എങ്ങനെ ഞാൻ പ്രലോഭിപ്പിച്ചതാണെന്ന് വയ്യാണ്. മയാ ഉദിതം യൽ, ഞാൻ എന്തൊക്കെ പറഞ്ഞതോ അവയെല്ലാം അന്വാർത്ഥ വേറെ പ്രകാരത്തിൽ, ഏത് അന്വാർത്ഥ വേറെ പ്രകാരത്തിൽ ഭവതി വ്യാഖ്യാനിച്ചുവോ തൽ സർവ, അതൊക്കെയും സത്യമേവഹി, ഭവതി പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം വാസ്തവം തന്നെയാണ്, നിശ്ചയം എന്ന് പറയാണ്. യാൻ യാൻ കാമയസേ കാമൻ മയ്യ കാമായ ഭാമിനി സന്ധി ഏകാന്തഭക്തായ തവ കല്യാണി നിത്യത. ഭാമിനി, കല്യാണി എന്നൊക്കെ വിളിക്കാൻ, അതായത് അങ്ങനെ ഈ മംഗളകാരിണിയായിട്ടുള്ള ദേവി അകാമായ യാൻ കാമാൻ കാമയസേ, കാമത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം കാമിതങ്ങളെ കാമിക്കുന്നുവോ, മയി ഏകാന്ത ഭക്തായ, അങ്ങനെയുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് ഏകാന്ത ഭക്തിയുള്ള തവ ഭവതിക്ക് അവയെല്ലാം നിത്യത സന്ധി എപ്പോഴും ഉള്ളവ തന്നെയാണെന്ന് പറയുകയാണ്. അതായത് എന്നിൽ ഏകാന്ത ഭക്തി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക കാമങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അത് ഭവതി ചെയ്തു, എന്നാലോ എന്നെ പ്രാപിക്കാനുള്ള കാമം അത് ആവശ്യമാണ്, അത് ഭവതിക്ക് ഉണ്ട് എന്ന് പറയാണ്. കാമം എന്നുള്ളത് നൈസർഗികമായിട്ടുള്ളൊരു വികാരമാണ്. രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം അതെന്തുണ്ടായി, അതിൻ്റെ ആശ്രയസ്ഥാനം ആ ഗ്രാമ്യങ്ങളായിട്ടുള്ള ഭോഗവസ്തുക്കളല്ല, സാക്ഷാൽ ഭഗവാനാണ് എന്നുള്ളതാണ് രുക്മിണിദേവിയുടെ ഭാഗ്യം. തന്നെയാണ് പണ്ട് ഗോപികമാരോടും ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഭഗവാന്റെ ആ വാക്യങ്ങൾക്ക് രുക്മിണി ആധ്യാത്മികമായുള്ള മറുപടി നൽകി എന്നുള്ളതിൻ്റെ അതിനുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉപലബ്ധം പരിപ്രേമ പാതിവ്രത്യം ച തേനഘേ യൽ വാക്യൈശ്ചല്യമാനായ നധീർമയ്യപകരിഷിത. ഹേ അനഘേ എന്നാണത് രുക്മിണിയെ വിളിക്കുന്ന ഭഗവാൻ. യാതൊരു ദോഷങ്ങളും ചെയ്യാത്തവളെ, അല്ലെങ്കിൽ ദോഷങ്ങളില്ലാത്തവളെ, തേ പതിപ്രേമ, ഭവതിയുടെ ആ ഭർത്തൃപ്രേമവും പാതിവ്രത്യവും ഉപലബ്ധം എനിക്കിതാ വളരെ ബോധ്യമായി. യത് വാക്യൈ ചാല്യമാനായ, എൻ്റെ ഈ തരത്തിലുള്ള വാക്യങ്ങളാൽ മനസ്സിലാക്കപ്പെട്ടവളായിട്ടും മയി ധീ ന അപകർഷിത, ഭവതിക്ക് എന്നിൽ ഉറപ്പിച്ചുള്ള മനസ്സുണ്ടല്ലോ അതിന് ഒരിക്കലും കോട്ടം വന്നില്ലല്ലോ, അതായത് എന്നിൽ തന്നെ ഉറച്ചു നിന്നില്ലേ. അതുകൊണ്ട് ഭവതിയുടെ ആ പാതിവ്രത്യവും അതുമാതിരി ആ ഭർത്തൃപ്രേമമൊക്കെ എനിക്ക് ബോധ്യമായി. ഏമം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മാനോപവർഗേശം മോഹിതാ മമ മായയാ. ആരാണ് ഭവതി? കാമാത്മന യേ അപ്യവവർഗേശം മാം ദാമ്പത്യേ തപസാ വ്രതചര്യയാ ഭജന്തി. മനസ്സിൽ ഭോഗേച്ഛ കൂടിയിട്ടുള്ള യാതൊരുവര് മുക്തിക്ക് അതീശനായിട്ടുള്ള എന്നെ ദാമ്പത്യ സുഖത്തിനായിട്ട് തപസ്സാലും വ്രതചര്യ കൊണ്ടൊക്കെ ഭജിക്കുന്നുവോ അവർ യഥാർത്ഥത്തിൽ എങ്ങനെയാ വെച്ചാൽ മമ മായയാ മോഹിത, അവർ അതായത് എന്നെ വെറുതെ ഭർത്താവായിട്ട് ലൗകിക വിഷയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പ്രായേണ എൻ്റെ മായയാൽ മോഹിതരായിട്ടുള്ളവരാണെന്ന് പറയുകയാണ്. ഭവതി അങ്ങനെയല്ല എന്നാണ്. മാം പ്രാപ്യ മാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദ ഏവ തൽപതിം തേ മന്ദഭാഗ്യ നിരയേവിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയ സുസംഗമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹേ മാനിനി, അല്ലയോ അഭിമാനമുള്ളവളെ, ആരൊക്കെയാണോ അപവർഗസമ്പദം തത്പതിയും മാം പ്രാപ്യ, മുക്തിക്കും അതുമാതിരി സമ്പത്തിനും രണ്ടിനും ആശ്രയബോധനായിട്ടുള്ളവനും അവയുടെ എല്ലാം നാഥനുമായിരിക്കുന്ന എന്നെ പ്രാപിച്ചിട്ട് സമ്പദ ഏവ വഞ്ചന്തി, സമ്പത്ത് മാത്രം അപേക്ഷിക്കുന്നത് തേ അവര് മന്ദഭാഗ്യമാരാണ്. യാതൊരുവർ നിരയെ അഭി, ഈ നരകത്തിലും കൂടി ലഭ്യമാണ്. ഏത്? ആ മാത്രാത്മകത വിഷയങ്ങളിലെ വെറും വിഷയസുഖമുണ്ടല്ലോ, അതിൽ നിരയ സുസംഗമ, അവർക്ക് നരകമാണ് ഏറ്റവും ചേർച്ചയുള്ള പറയുകയാണ്. കാരണം മോക്ഷത്തിനും സമ്പത്തിനും, അതായത് അഭ്യുദയത്തിനും നിശ്രേയസത്തിനും, ആധ്യാത്മികമായിട്ടുള്ള ശ്രേയസ്സിനും ഭഗവാൻ അനുകരിക്കാൻ സഹായിക്കും, അഭ്യുദയത്തിനും സഹായിക്കും. ഈ അഭ്യുദയം വേണ്ടാന്ന് വെച്ച് ആത്മശ്രേയസ്സിന് പരിശ്രമിക്കുകയാണ് വേണ്ട ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ. അല്ലാണ്ട് ഭഗവാന് ലഭിച്ച് വെറും വിഷയസുഖങ്ങൾക്ക് വേണ്ടിയും അഭ്യുദയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് എന്താണ്?
അവർ വീണ്ടും വീണ്ടും നരകത്തിലേക്കാണ് പോണത് എന്നാണ്, നരകമാണ് അവർക്ക് ചേർന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ദൃഷ്ട്യാ ഗൃഹേശ്വര്യസകന്മയി ത്വയാ കൃതാനുവൃത്തിർ ഭവമോചനീ ഖലൈ സുദുഷ്കരാസൗ സുതരം ദുരാശിഷോ ഹ്യസുംഭരായ നികൃതിഞ്ചുഷസ്ത്രിയാ. ഹേ ഗൃഹേശ്വരി, അല്ലയോ ഗൃഹനായികയായുള്ള രുക്മിണി, ത്വയാ മയി ആസകൾ അനുവൃത്തികൃത, ആ ഭവതിയാൽ ഇങ്ങനെ എല്ലായ്പ്പോഴും സേവനം ചെയ്യപ്പെട്ടു എന്നത് ഭവതിയുടെ ഭാഗ്യമാണ്. കാരണം ഭവമോചനി, സംസാര ദുഃഖമോചനത്തിനൊക്കുന്ന അസോ, ഇത് കലൈ സുദുഷ്കര, ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അനുഷ്ഠിക്കാൻ പ്രയാസമായിട്ടുള്ളതാണ്. നികൃതിഞ്ചുഷ, അതായത് നീച പ്രവൃത്തികളാണ് തൽപരമായിട്ട് അസുംഭരായവർ, ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നവളും ദുരാഗ്രഹം ചേർന്നവളുമായിട്ടുള്ള ഒരു സ്ത്രീക്ക് സുതരാം, വളരെ പ്രയാസമാണ് ഇങ്ങനെ എന്നെ ഈ രീതിയിൽ സേവിക്കുക എന്നുള്ളത്. ഭഗവതി അതിന്നൊക്കെ വളരെ വിട്ടുപോയെന്നുള്ള വളരെ പാതിവൃത്യത്തോടുകൂടി സേവിച്ചില്ലേ, അത് വലിയ ഭാഗ്യമാണ് ഭഗവതിരെ എന്ന് പറയുകയാണ്. നത്വാദൃശിം പ്രണയിനിം ഗൃഹിണിം ഗൃഹേഷു പശ്യാമി മാനിനേയയാ സ്വവിവാഹകാലേ പ്രാപ്തന്നൃപാൻ അവഗണയ്യ രഹോഹരോ മേ പ്രസ്താവിയോദ്വിജ ഉപശ്രുത സൽക്കദസ്യ. പിന്നെ രുക്മിണിയുടെ നേരത്തെ കളിയാക്കി പോയപ്പോൾ അതല്ല, രുക്മിണിയുടെ ശ്രേഷ്ഠത്വങ്ങളെ താൻ മനസ്സിലാക്കി എന്നുള്ളത് ഭഗവാൻ രുക്മിണിയോട് പറയുകയാണ്. ഹേ മാനിനി, യയാ യാതൊരുവളാൽ സ്വവിവാഹകാലേ, തൻ്റെ വിവാഹകാലത്ത് പ്രാപ്താൻ നൃപാൻ അവഗണയ്യ, രുക്മിണിയെ കാക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി അനവധി രാജാക്കന്മാരൊക്കെ വന്നിരുന്നു. അവരെയൊക്കെ തീരെ അവഗണിച്ചിട്ട് ഉപശ്രുത സൽക്കഥസ്യ, എൻ്റെ കഥകൾ മാത്രം കേട്ടറിഞ്ഞിട്ടുള്ള, എൻ്റെ സൽചരിത്രം കേട്ടറിഞ്ഞിട്ടുള്ള എൻ്റെ സമീപത്തേക്ക് രഹോഹര, ഒരു രഹസ്യ സന്ദേശവാഹനായിട്ടുള്ള ദ്വിജ പ്രസ്താവിത ഒരു ബ്രാഹ്മണനെ അയച്ചില്ലേ. ആ ഭവതിയെ പ്രണയിനി, ആ ഭവതിയെപ്പോലെ പ്രണയിനിയും ഗൃഹിണിയും പ്രേമവതിയായിട്ടുള്ളൊരു വേറൊരു പത്നിയെ ഗൃഹേഷു ന പശ്യാമി, എൻ്റെ അന്തഃപുരങ്ങളിൽ എനിക്ക് കാണാൻ കഴിയും. അതായത് എൻ്റെ പത്നിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾ ഭവതി തന്നെയാണെന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. എന്നിൽ പ്രേമമുള്ളവളായിട്ടുള്ള വേറെ ആരും ഇല്ല എന്ന് പറയുകയാണ്. ഇനിയോ അതും പറയാണ് രുക്മിണിയുടെ ഗുണങ്ങൾ. ഭ്രാതുർവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹ പർവണി ച തദ്വദം അക്ഷഗോഷ്ഠ്യം ദുഃഖം സമുത്തമസഹോസ്മദയോഗഭീത്യ നൈവ ബ്രവീകിമപി കേന വയം ജിതാസ്തേ. ആ ഭവതിയുടെ ആ ഗുണം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം ഭവതി ഞങ്ങളെ ജയിച്ചിരിക്കുന്നു എന്നാണ്. എങ്ങനെ? യുധി നിർജിതസ്യ, യുദ്ധത്തിലെ വിവാഹ സമയത്തുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ഭ്രാതു വിരൂപകരണം, അങ്ങയുടെ ആ സഹോദരനെ ഞാൻ വിരൂപകരണം ചെയ്തു. അതും പ്രോദ്വാഹപർവണി, അനിരുദ്ധൻ്റെ വിവാഹ സമയത്ത് അഷ്ടഗോഷ്ഠ്യം ചൂതാട്ടത്തിൽ വെച്ചിട്ട് തദ്വധം, ആ രുക്മിയെ വധിച്ചതും, അത് ബലരാമൻ വധിക്കും. ഇനിയിപ്പോൾ അടുത്ത അധ്യായത്തിലാണ് അത് പറയാൻ പോണത്. അപ്പോൾ അതിനും കൂടിയൊക്കെ ശേഷം രുക്മിണി വിവാഹം കഴിച്ച് പ്രദ്യുമ്നുള്ള പുത്രനായുള്ള അനിരുദ്ധനുണ്ട്. അനിരുദ്ധൻ്റെ വിവാഹത്തിനൊക്കെ ശേഷമാണ് ഈ സംഭവം നടന്നത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആ അതിൽ വെച്ച് രുക്മിയെ ഏട്ടൻ വധിച്ചതും അവിടെ അദ്ദേഹത്തെ വധിച്ചതും തന്നിമിത്തമുണ്ടായ ദുഃഖം വ്യസനവും അസ്മദയോഗഭീത്യ, ഞങ്ങളെ പിരിയേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് അസഹ ഭവതി സഹിച്ചു എന്നാ പറയണ ഭഗവാൻ. കിമപി, എന്തെങ്കിലും അബ്രവീയവ, സഹിക്കുന്നത് മാത്രമല്ല ഒരക്ഷരം അതിനെതിരായിട്ട് ഭവതി പറയുകയുണ്ടായില്ല എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ തേ വയം ചിത, ഭവതിയുടെ ആ സ്വഭാവം കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭവതിയാൽ ജയിക്കപ്പെട്ടവരായി. ദൂതസ്ത്വയാത്മലഭനേ സുവിവിക്തമന്ത്ര പ്രസ്താപിതോ മയി ശിവായതി ശൂന്യമേതൽ മത്വാജിഹാസ ഇതമംഗമനന്യയോഗ്യം തിഷ്ഠേത തത്വൈ വയം പ്രതിനന്ദയാമ. എന്ന് മാത്രമല്ല, എന്താണ് ത്വയാ ആത്മലഭനെ,
ആ ഭവതിയാൽ എന്നെ ലഭിക്കുന്നതിന് സുവിവിക്തം നന്നായി ഉപദേശിക്കപ്പെട്ട ഗൂഢസന്ദേശത്തോടു കൂടിയ ദൂത, ആ ബ്രാഹ്മണൻ ദൂതനായിട്ട് പ്രസ്താവിത നിയോഗിക്കപ്പെട്ടുവല്ലോ. മയി ചിരായതി, ഞാൻ വരുവാൻ അല്പം താമസിച്ച സമയത്ത് ഈ ലോകം ശൂന്യമെന്ന് കരുതി അനന്യയോ മറ്റൊരുവന് അർഹതയില്ലാത്ത ഇതമംഗം, ഈ ശരീരത്തെ അജികാസ ഭവതി ത്യജിക്കുവാൻ കൂടി ഇച്ഛിച്ചു. അങ്ങനെയുള്ള തത് ത്വയി തിഷ്ഠേത, അങ്ങയിൽ തന്നെ ഇരിക്കുന്ന അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരാൻ വയം എങ്ങനെയാണ് തരാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അതിനെ അഭിനന്ദിക്കാൻ മാത്രമേ കഴിയൂ. അതോടുകൂടി ഭവതി ഞങ്ങളെല്ലാം ജയിച്ചിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയണത്. ശ്രീശുഗോവാച ഏവം സൗരതസല്ലാപൈർ ഭഗവൻ ജഗദീശ്വര സ്വരതോരമയാരേമേ നരലോകം വിടംബയൻ. ശ്രീ ശിവബ്രഹ്മർഷി അങ്ങനെ കഥ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരം എങ്ങനെയാണ് സ്വരതോരമയാരേമേ നരലോകം വിടംബയൻ, ഇപ്രകാരം സർവേശ്വരനും ആത്മാരാമനുമായിട്ടുള്ള ഭഗവാൻ ആ മനുഷ്യവൃത്തികളെ അനുകരിച്ചുകൊണ്ട് ആ രതിക്രീഡയ്ക്ക് മാധുര്യമേറുന്ന ഇങ്ങനെ നർമ്മസല്ലാപങ്ങളോട് കൂടിയിട്ട് ലക്ഷ്മീദേവി തന്നെ രമയാരമേ, ലക്ഷ്മീദേവി തന്നെയല്ല രുക്മിണിയോട് കൂടിയിട്ട് അങ്ങനെ രമിച്ചു. രഥാ തഥാന്യാസാമപി വിഭുർ ഗൃഹേഷു ഗൃഹവാനിവ ആസ്തിരോ ഗൃഹമേരീയൻ ധർമാം ലോകഗുരുഹരി. എന്നു മാത്രല്ല, ഈ ലോകത്തിനെ മുഴുവൻ നിന്ന് ഗുരുനാഥനായുള്ള ഭഗവാൻ ഇപ്രകാരം മറ്റു പത്നിമാരുടെയും കൊട്ടാരങ്ങളിൽ അനേക രൂപങ്ങളെടുത്ത് ഗൃഹസ്ഥനെ പോലെ ഗൃഹസ്ഥധർമ്മങ്ങൾ ഈ രീതിയിൽ ആചരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശിവബ്രഹ്മർഷി ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണരുക്മിണീ സംവാദോ നാമ ഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.